പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമ്മൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് വന്നിട്ടുള്ളത് അനിലാൽ വി പട്ടത്താനം സാറാണ്. അനിലാൽ സാർ മുമ്പും ഇവിടെ മോർണിംഗ് സർക്കിളിൽ വന്നിട്ടുണ്ട്. സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചാണ് സാറിന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. സാറ് ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്, ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റും കൂടിയാണ്. വളരെ സ്നേഹത്തോടെ, ആദരവോടെ, ബഹുമാനത്തോടെ അനിലാൽ സാറിനെ സെഷൻ എടുക്കാനായിട്ട് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നിവിടെ കേൾക്കാനായിട്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. സാർ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശരി, എല്ലാവർക്കും നമസ്തേ. നമസ്തേ സാർ. ഇത് മോർണിംഗ് സർക്കിളിന്റെ എത്രാമത്തെ സെഷനാണ്? 414. ഓക്കെ, 414ാമത്തെ സെഷനാണ്. കഴിഞ്ഞ 413 സെഷനുകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു ഏത് സബ്ജക്റ്റ് എടുക്കണം എന്ന് സജനോട് ആരാഞ്ഞപ്പോഴാണ് ആദ്യമേ വേറൊരു സബ്ജക്റ്റാണ് പറഞ്ഞത്. അപ്പൊ അത് മുമ്പ് എപ്പോഴും പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് ആണ് എന്ന് പറഞ്ഞു. ശരി, അപ്പൊ അടുത്ത ഞാൻ പറഞ്ഞു സെക്സിനെ കുറിച്ച് സംസാരിച്ചാലോ? അപ്പൊ സജന പറഞ്ഞത് അത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം ഈ 412 സെഷനുകൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് സെക്സിനെ കുറിച്ച് ആരും സംസാരിക്കുന്നത്? നിത്യജീവിതത്തില് അല്ലെങ്കിൽ ലൈഫില്, നമ്മുടെ ജീവിതത്തിൽ തന്നെ, കുടുംബജീവിതത്തിൽ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം. അത് ഈ 412 സെഷൻ കഴിഞ്ഞിട്ടും കൈകാര്യം ചെയ്യാൻ എന്തുകൊണ്ടാണ് ആളുകൾ മടിക്കുന്നത്? ആ സ്റ്റിഗ്മ ഇതുവരെ ആളുകളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കോവിഡാനന്തര കാലത്ത് ഒരുപാട് ചർച്ചകളും ക്ലാസ്സുകളും എല്ലാം ഓൺലൈനായിട്ട്, ഈ പറയുന്ന ഓഫ്ലൈൻ ക്ലാസ്സുകളേക്കാൾ ഓൺലൈൻ ക്ലാസ്സുകൾ വളരെ സൗകര്യപ്രദമായി നടത്തിയിരുന്നുണ്ട്. ഇത്രയധികം സെഷനുകൾ വന്നിട്ടും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ്, അറിവുള്ളവരുടെ അറിവില്ലാത്തവരുടെയും എല്ലാം ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന ഏതാന്ന് നോക്കിയാൽ മതി. അതിൻ്റെ ഷെയറുകളുടെയും ലൈക്കുകളുടെയും ഒക്കെ തോത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സെക്സ് റിലേറ്റഡ് ആയി. ബാക്കി സയൻസ്, ശാസ്ത്രം അങ്ങനെയുള്ളതിൽ ഉള്ള റീച്ചിനേക്കാൾ ഇത് കൂടുതൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഇതിനെ മിസ്യൂസ് ചെയ്യുന്നവർ കൂടുതലാണ്. പല വ്ളോഗേഴ്സും, പ്രത്യേകിച്ചും സ്ത്രീകളും, പുരുഷന്മാരില്ല എന്നല്ല, ഒരു ശരീരഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടാണ് റീച്ച് നേടിയെടുക്കുക. എന്തായാലും ഇന്ന് നമ്മുടെ സാധാരണയിൽ കുറച്ചാളുകളെ നമുക്കിന്ന് പ്രസന്റ് ഉള്ളൂ. ഞാനും നമ്മുടെ അവതാരകനും കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 7 വരെ ഉള്ളൂ. ഓക്കെ, ആളുകൾക്ക് തിരക്കായിരിക്കും. അപ്പൊ നമുക്ക് സംസാരിച്ചു തുടങ്ങാം, അല്ലേ? ലൈംഗികത നമ്മുടെ ഫാമിലി ലൈഫിൽ അല്ലാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പില്ലറാണ്. ഇപ്പൊ വളരെയധികം ചർച്ചകൾ നടക്കുന്നത് സെക്സ് എഡ്യൂക്കേഷൻ വേണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചർച്ചകൾ നടക്കും. ഈ ഇരിക്കുന്നവർക്ക് അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാമോ? സെക്സ് എഡ്യൂക്കേഷൻ വേണോ അതല്ല വേണ്ട? ഇരിക്കുന്നവർക്ക് കൂടുതലും വരാൻ സാധ്യത പോരട്ടെ, കമന്റ് ചെയ്യണം.
വേണം. ഒരു ചാറ്റേ വന്നോളൂ. വേണം സാർ. വേണം. 2. ഓക്കെ. ഇതിനെ എതിർക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ പറയുന്ന ന്യായം എന്ന് പറയുന്നത് അണ്ണാൻ കുഞ്ഞിനെ മരം കയറ്റം പഠിപ്പിക്കണോ, മീൻ കുഞ്ഞിനെ നീന്താൻ പഠിപ്പിക്കണോ എന്നൊക്കെയാണ്. അവർ ചോദിക്കുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യം, ആരെങ്കിലും പഠിപ്പിച്ചിട്ടാണോ? നമ്മുടെയൊക്കെ അപ്പനപ്പൂപ്പന്മാരൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്, അതെല്ലാം അങ്ങ് സ്വാഭാവികമായി അറിഞ്ഞുകൊള്ളും എന്നുള്ള രീതിയിലാണ്. ഇന്ന് ആ രീതിക്കൊക്കെ കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നല്ല വിദ്യാഭ്യാസമുള്ളവരിൽ പോലും ഒരുപാട് തെറ്റിദ്ധാരണകളും ശാസ്ത്രീയമല്ലാത്ത കൺസെപ്റ്റുകളും വെച്ച് പുലർത്തുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ അല്ലെ, വിശക്കുമ്പോഴും ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നു, വിശക്കുമ്പോൾ ആഹാരം കഴിക്കുന്നു എന്നതുപോലെ തന്നെ ഒരു പ്രോസസ്സാണ് സെക്സ്. നമുക്കൊരു സെക്ഷൽ ആർജ് ഉണ്ടാവുന്നു. ഒരു സെക്സിന്റെ പ്രധാനപ്പെട്ട 4 ഘട്ടങ്ങളുണ്ട്. ഏതൊക്കെയാണത്? 1, ആസക്തി ഘട്ടം, നമുക്ക് ആ സെക്സിനോട് ഒരു അഭിനിവേശം തോന്നുന്ന സമയം. 2, ഉത്തേജനം, നമുക്കതിനോട് എന്ത് തോന്നണം, ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാവണം. 3-മത്തത് നമ്മൾ പറയുന്ന, സ്ഥിരം പറയാറുണ്ട് എന്നാലും എത്തിച്ചേരാത്ത ഓർഗാസം എന്ന് പറയുന്ന അവസ്ഥ, രതിമൂർച്ച എന്നുള്ള അവസ്ഥയാണ്. പിന്നെ അതിൻ്റെ ക്ലോസിംഗ് സ്റ്റേജ് ആണ് തീർപ്പുഘട്ടം. അങ്ങനെ ഉണ്ടോ എന്ന് പലർക്കും സംശയം ഉണ്ടായേക്കാം. പലപ്പോഴും ഇതില് ഒരു ഘട്ടം മാത്രമേ സംഭവിക്കാറുള്ളൂ, ഈ 4 ഘട്ടങ്ങൾ. നമുക്ക് വളരെ വിശാലമായ ഒരു വിഷയത്തിന്റെ വളരെ ചെറിയൊരു പാർട്ടിൽ നിന്ന് സംസാരിക്കുവാനായിട്ടുള്ള സമയം ഉള്ളൂ. 5:30 എന്ന് പറയുന്ന ഇപ്പൊ തന്നെ 5:43 ആയി. ഇപ്പൊ ഇനി നമുക്ക് അവശേഷിക്കുന്നത് 17 മിനിറ്റാണ്. ഇന്ന് നമ്മുടെ അടുക്ക വരുന്ന പല കേസുകളിലും പ്രധാനമായി കേൾക്കാറുള്ള ചില പരാതി, കൂടുതലും സ്ത്രീകളാണ് പരാതി പറയാറുള്ളത് പുരുഷന്മാരെ അപേക്ഷിച്ച്. എന്താ പരാതി പറയാൻ മാത്രമേ സ്ത്രീക്ക് അറിയൂ എന്നുള്ളതാണ്. മുമ്പൊക്കെ സ്ത്രീകൾ പരാതി പറയില്ലായിരുന്നു. കാരണം വീട്ടിനകത്ത് ഒതുങ്ങി, ജോലിയൊന്നുമില്ല, ഭർത്താവിന് മക്കൾക്കും ആഹാരം വെച്ചു കൊടുത്ത് ഒതുങ്ങിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് അവള് പുറത്തേക്ക് പോയി ജോലി ചെയ്ത് സ്വന്തം കാര്യം നിൽക്കാനൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ നീഡ്സ്, ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ഒരാവശ്യമാണെന്നുള്ള അവയർനെസ് ഒക്കെ, ബോധമൊക്കെ സ്ത്രീക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. അടക്കി ഭരിച്ചിരുന്ന ഒരു കാലം മാറി വന്നിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്കിന്നത് കിട്ടുന്നില്ല എന്ന് പറയാൻ അവർ ധൈര്യം കാണിച്ചു തുടങ്ങിയിരിക്കും. 100% അങ്ങനെ ആയി എന്ന അവകാശവാദമൊന്നുമില്ല. എന്നിരുന്നാലും ഭൂരിഭാഗവും ഇപ്പൊ മുന്നോട്ട് വരുന്നുണ്ട് കാര്യങ്ങൾ പറയുന്നതിനായിട്ട്. അപ്പൊ അവർ പറയുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മുടെ അടുക്ക വരുന്ന കപ്പിൾ കൗൺസിലിങ്ങിൽ വരുന്നതിൽ നല്ലൊരു ശതമാനവും പറയുന്ന ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ ഒന്നും മനസ്സിലാക്കുന്നില്ല, അതോടൊപ്പം തന്നെ എന്നോടൊന്നും ചോദിക്കുന്നില്ല, എൻ്റെ ആവശ്യം എന്തെന്ന് ആരായുന്നില്ല എന്നുള്ളതാണ്. പലരും സെക്സ്, പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് ഉള്ളൊരു മിഥ്യാധാരണ എന്ന് പറയുന്നത്, സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെന്നിസ് വജൈന ഇന്റർകോഴ്സ് അല്ലെങ്കിൽ ഇൻസേഷൻ മാത്രമാണ് സെക്സ് എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് നല്ലൊരു ശതമാനം. യോനി ലിംഗ സംയോജനമാണ് സെക്സ് എന്നാണ്
നല്ലൊരു ശതമാനവും കരുതി വച്ചിരിക്കുന്നു. എന്നാൽ അത് വേണ്ടെന്നല്ല, പലപ്പോഴും ഒരു ഓർഗാസം എന്ന് പറയുന്ന രതിമൂർച്ചയിലേക്ക് എത്തുന്നതിന് ഈവൻ ഈ പെന്നിസ് വെജൈനൽ ഇന്റർകോഴ്സ് പലപ്പോഴും വേണ്ട എന്നുള്ള കാര്യം പലരും മറന്നുപോകും. ഈ പറഞ്ഞ 3-4 ഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു. അതെപ്പോ ആരംഭിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്സ് ചെയ്യുവാൻ ആരംഭിക്കുന്നതിന് ചിലപ്പം ആഴ്ചകൾക്ക് മുമ്പേ ആരംഭിക്കാം എന്നാണ് കാമസൂത്രം വരെ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇൻസ്റ്റന്റ് സംഭവമല്ല. ഇപ്പം ദാഹിക്കുമ്പോൾ ഓടിപ്പോയി വെള്ളം എടുത്ത് കുടിക്കുന്ന പോലെയല്ല ഒരു സെക്സ് എന്ന് പറയുന്നത്. അതിന് ചില വികാസ പരിണാമങ്ങളുണ്ട്. നമ്മൾ പറയുന്നത് പോലെ ഒന്ന് ഉത്തേജിപ്പിച്ച് ആളെ ഒന്ന് എന്ത് ചെയ്യുക, നമ്മൾ പറയത്തില്ല, ഈ പല പ്രവർത്തികളും ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്കൊരു താല്പര്യം ജനിപ്പിക്കുന്ന ലെവലിലേക്ക് കൊണ്ടുവരുവാൻ പലപ്പോഴും കഴിയാറില്ല. സെക്സ് എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ആഹാരം കഴിക്കുന്നതൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണെന്നുള്ള ധാരണ പോലെ എൻ്റെ ഇടയ്ക്ക് വന്ന ഒരു കേസിൽ ഒരു പെണ്ണ് പരാതി പറഞ്ഞിരുന്നു, സർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കത്തില്ല, അടുക്കളയെ നിന്ന അവിടെ സെക്സ് ചെയ്യണം, തുണി കഴുകാൻ ചെന്നിരുന്നു കഴിഞ്ഞാൽ അലക്ക് കല്ലിൽ വെച്ച് സെക്സ് ചെയ്യണം. അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്ന കുറെ മണ്ടന്മാരുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും ആട്ടോക്കാരൻ്റെ കൂടെ ഓടിപ്പോവും എന്ന് സംശയിക്കുന്ന നല്ലൊരു ശതമാനം. സെക്സ് കിട്ടിയില്ലെങ്കിൽ അവർ വണ്ടി വിളിച്ചു പോകും എന്നുള്ള ധാരണയുള്ളവർ. എന്നും ചെയ്യണമെന്ന് പിന്നെ തെറ്റിദ്ധാരണയുള്ളവർ. എന്നാൽ അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ടൊന്നും വേണമെന്ന് ആഗ്രഹമുള്ള സംഭവമൊന്നും അല്ല. മാസങ്ങളോളം സെക്സ് ചെയ്യാതിരുന്നാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വരത്തില്ല. പക്ഷെ പല ആണുങ്ങളും അങ്ങനെയാണ് ധരിക്കുന്നത്. കാരണം പട്ടാളത്തിലുള്ള ഭർത്താവ്, അങ്ങനെ പട്ടാളത്തിൽ ഭർത്താവുള്ള സ്ത്രീകളുണ്ടെങ്കിൽ ഒന്ന് കറക്കിയാൽ വീഴും എന്ന് വിചാരിക്കുന്ന നല്ലൊരു ശതമാനമുണ്ട്. അതല്ലെങ്കിൽ ഗൾഫിൽ ജോലിയുള്ള ഭർത്താവിൻ്റെ ഭാര്യമാരുള്ള വീടുകളിൽ അവരോട് ചില പ്രത്യേക രീതിയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അവര് അങ്ങനെയാണല്ലോ പറയുക, വീഴുക എന്നാ പറയുക. അല്ലാതെ കണക്ഷൻ ആവുക എന്നുള്ളതിനെക്കാട്ട് കൂടുതൽ അങ്ങനെയാണ്, വീഴ്ചയാണ്. പലപ്പോഴും ഈ ലൈംഗിക ബന്ധത്തിലേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും അജ്ഞത നിലനിൽക്കുന്നു നല്ലൊരു ശതമാനം, എല്ലാവരിലും അല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പോലുള്ളവര് സ്ഥിരം പറയുന്ന ഒരു കാര്യമുണ്ട്. കല്യാണത്തിന് മുമ്പ് എല്ലാവരും തന്നെ, ഈ പറയുന്ന കല്യാണത്തിൽ പോകുന്ന വ്യക്തികൾ, ആണായാലും പെണ്ണായാലും, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, വിവാഹപൂർവ കൗൺസിലിങ്ങിന് നിർബന്ധമായിട്ടും പങ്കുകൊണ്ടിരിക്കണം എന്ന്. സെക്സ് എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ ഈ ഇന്റർകോഴ്സിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ ശുക്ലവിസർജനത്തോടെ തീരുന്ന ഒരു സംഗതി അല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിനൊരുപാട് ഘട്ടങ്ങളുണ്ടെന്നും പലർക്കും ഈ പൂർവ്വലീലകൾ അഥവാ ഫോർപ്ലേ അങ്ങനെ കേട്ടിട്ടുണ്ട് എല്ലാവരും. ഒരു ഹഗ്ഗും 2-3 കിസ്സും ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ റീപ്ലേ ആയി, ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം എന്ന നല്ലൊരു ശതമാനവും ചിന്തിക്കുന്നു. അതുപോലെ ഈ പറയുന്ന ശുക്ലവിസർജനം കഴിഞ്ഞു കഴിഞ്ഞാൽ പോയി ഉടനെ തിരിഞ്ഞു കിടന്നങ്ങ് ഉറങ്ങാം എന്ന് വിചാരിക്കുന്ന 95% ആണുങ്ങളുണ്ട്. ഒന്നും ആവാതെ അപ്പുറത്ത് കിടക്കുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പൊ എന്താണ് ഈ പ്രീപ്ലേ? എന്താണ് പ്രീപ്ലേ അല്ല, നമ്മൾ രതിയിലേക്ക് പോകുമ്പോൾ അതിന് പൂർവമായിട്ട്, അതിന് മുൻപായിട്ട് ചെയ്യുന്ന പ്രക്രിയകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്.
കാരണം ഏറ്റവും കൂടുതൽ മിസ്റ്റേക്കുകൾ, അബദ്ധങ്ങൾ പറ്റുന്ന മേഖല അതാണ്. ഒരുക്കം ഏത് കാര്യത്തിന്, ഇപ്പൊ കല്യാണമാണെങ്കിൽ അതിനൊരു ഒരുക്കമുണ്ട്. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് പാത്രം കഴുകി എല്ലാം വെച്ച് ഓരോന്നും വിളമ്പി വെക്കുന്നതിനൊക്കെ ഒരു ഒരുക്കമുണ്ട്. വെള്ളം കുടിക്കാനായാലും ഗ്ലാസ്സൊക്കെ കഴുകി ഏത് വെള്ളം വേണമെന്നൊക്കെ തീരുമാനിക്കുന്നതിന് ഒരു ഒരുക്കമുണ്ട്. അതുപോലെ തന്നെ സെക്സിനും ഒരുക്കേണ്ടതായിട്ടുണ്ട്. സെക്സിനെ നമുക്കൊരു ഗെയിമിനോട് ഉപമിക്കാം. മിക്കവാറും കളികളൊക്കെ ഇപ്പൊ ഫുട്ബോളിന്റെ ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്ന സമയമാണ്, എന്താ ആവേശമാണ് ആ ഗെയിമിൽ എന്ന് പറഞ്ഞ. സെക്സ് എന്ന് പറയുന്ന ഗെയിമിലേക്ക് വരുമ്പോ എന്തോ പലപ്പോഴും പലതും മിസ് ചെയ്യുന്നു. ഒരു ആചാരം മാത്രമായിട്ട്, പ്രത്യേകിച്ച് ഒരു കുട്ടിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ തീർത്തും ആചാരമായിട്ട് അത് മാറുന്നു. ഏതോ ബാധ്യത പോലെ ചെയ്തു തീർത്തു പോകുന്ന ഒരു പ്രക്രിയയായിട്ട് അത് മാറിയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടപെടൽ ഈ ഒരു കാര്യത്തില് ഉണ്ടാകണം. സാധാരണ കളികളിൽ നിന്ന് സെക്സിനുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ, മറ്റു കളിയിൽ എതിർകക്ഷി തോക്കണം എന്നുള്ളതാണ് ഒരു ടീം ജയിക്കുന്നതിന്റെ ആധാരം എന്ന് പറയുന്നത്. അവരെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് സെക്സ് ഗെയിമിന്റെ ഉദ്ദേശ്യം. അതല്ല. എല്ലാ കളികളും വിനോദോപാധികളാണ്. എന്നാൽ സെക്സ് വിനോദത്തോടൊപ്പം അവിടെ അനുവർത്തിക്കുന്ന ചില രീതികളുണ്ട്. ഈ ഗെയിമില് നമ്മുടെ എതിർഭാഗത്തെ തോൽപ്പിക്കുകയല്ല, വിജയിപ്പിക്കുകയാണ് ഈ ഗെയിമിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അവരെ പരാജയപ്പെടുത്തൽ, അങ്ങനെ പരാജയപ്പെടുത്തലാണെന്ന് ധരിക്കുന്ന ഒരു ചുരുങ്ങിയ വിഭാഗമുണ്ട്. അങ്ങനെ ആക്രമിച്ച് കീഴടക്കുന്നത് പോലെ ഈ മൃഗീയമായി ബ്രൂട്ടലായിട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന രീതിയിൽ സെക്സ് ചെയ്യുന്ന ചില ആളുകളുണ്ട്. ചിലർക്കത് ഇഷ്ടവുമാണ്. അത് നമ്മൾ വിസ്മരിക്കുന്നില്ല. എന്നാൽ ഭൂരിഭാഗവും ഈ പറയുന്ന പോലെ ഒരു റിച്വലായിട്ട് തന്നെയാണ്, ആചാരമായിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരുക്കത്തിലേക്ക് കൊണ്ടുപോകുന്നത്? നേരത്തെ പറഞ്ഞ നമുക്കൊരു സെക്ഷൽ അർജ് ഉണ്ടാവുന്നു, ഒരു ആസക്തി ഉണ്ടാവുന്നു. പിന്നെ ആ സെക്ഷൽ നീഡിന് വേണ്ടി നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഉത്തേജിപ്പിക്കുന്നു, സെക്സിൽ ഏർപ്പെടുന്നു. അതിനുശേഷം ഉള്ള എൻ്റെ എൻഡിങ്, അവസാനിപ്പിക്കൽ എന്ന് പറയുന്ന ഈ 4 ഘട്ടങ്ങളും പലപ്പോഴും സെക്സിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഭവിക്കാറില്ല. അപ്പൊ നമുക്ക് അതിന്റെ പൂർവ്വലീലയെക്കുറിച്ച്, ഫോർപ്ലേയെക്കുറിച്ച് സംസാരിക്കും. ഇപ്പൊ ശരീരത്തിലെ പല ഭാഗങ്ങളും ഉത്തേജിപ്പിച്ചിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ലൈംഗിക സംതൃപ്തിയിലേക്ക് അല്ലെങ്കിൽ ഓർഗാസത്തിലേക്ക് പോകുന്നു. ഏതെല്ലാം സോൺസ്, മേഖലകൾ ശരീരത്തിനുണ്ട്? അതിൽ ആദ്യത്തേത് നമ്മൾ ഇതിനെ എറോജനസ് സോൺസ് എന്നാണ് പറയുക. എറോജനസ് സോൺസ്, EROGENOUS, എറോജനസ് സോൺസ് എന്ന് പറയും. അതില് ഒന്നാമത്തേത് ശിരസാണ്. എങ്ങനെയാണ് തല ഒരു ഉത്തേജന മേഖലയാകുന്നത്? സംശയം തോന്നുന്നു അല്ലേ? ധാരാളം നാഡീവ്യൂഹങ്ങൾ കൊണ്ട് നിറഞ്ഞ സംവേദനക്ഷമതയുള്ള ഒരു ശാരീരിക പ്രദേശമാണ് നമ്മുടെ തലയോട്ടി എന്ന് പറയുന്നത്. നമുക്ക് സ്ട്രെസ് ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്യാൻ പറ്റുന്നത് ഈ മുടികൾക്കിടയിലൂടെ ഇങ്ങനെ വിരൽ ഓടിക്കുമ്പോഴാണ്. അപ്പൊ ഈ തലയോട്ടിയെ കൃത്യമായി ഉത്തേജിപ്പിക്കുക വഴി ശരീരത്തിന് മുഴുവൻ ഒരു സുഖദായകമായ അനുഭവം ഉണ്ടാകാറുണ്ട്. ഇപ്പൊ വിരലുകൾ കൊണ്ട് പങ്കാളി എന്ന് പറയുമ്പോൾ ഇതിൽ പുരുഷനും സ്ത്രീയും വരുവേ, സ്ത്രീ മാത്രമല്ലേ. അപ്പൊ സ്ത്രീകൾക്ക് പുരുഷന്റെ തലയിലെ മുടികൾക്കിടയിലൂടെ കൈകൾ കയറ്റി എന്ത് ചെയ്യാം? തടവാം. എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ മോഹൻലാലിന്റെയും കബീർ പൊന്നമ്മയുടെയൊക്കെ അമ്മയും മകനും ഉള്ള സീനിലൊക്കെ മടിയിൽ കിടത്തി ഇങ്ങനെ മുടിയിഴകൾക്കിടയിലൂടെ തഴുകുന്നത് വളരെ സുഖകരമായ, ഉത്തേജകരമായ
ഒരനുഭവമാണ്. അപ്പോൾ തലയിൽ മൃദുവായി തടവിക്കൊണ്ട് പൂർവ്വലീലകൾ ആരംഭിക്കുക. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സെക്യൂരിറ്റി ഫീൽ ഉണ്ടാവും. എപ്പോഴും അങ്ങനെ ഒരു സെക്യൂരിറ്റി ഫീൽ നിന്നുകൊണ്ട് നമുക്ക് ആനന്ദകരമായ ഒരു സെക്സിലേക്ക് പോകുവാൻ കഴിയുകയുള്ളൂ. അപ്പോ മുടിയിഴയിൽ കൂടി തടവ, പിന്നെ ചെവിയുണ്ട്. ഏറ്റവും വളരെ മൃദുവായ ത്വക്കുള്ള ഒരു ഭാഗമാണ്. നമ്മൾ ചെവി പിടിച്ചാണല്ലോ പലരെയും ശിക്ഷിക്കാറ്. കാരണം അത്ര വേദനിക്കും ചെവി വളരെ ഹാർഡായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ. വളരെ മൃദുവായി തലോടിയാൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടാണ് ചെവി. അപ്പോ ആ ചെവിയുടെ പിറകിലൊക്കെ കൈകൊണ്ട് തടവുക. പിന്നെയോ ചെറുതായിട്ട് കടിക്കുക, മൃദുവായിട്ട്. കടിച്ച് പറിച്ചെടുക്കണമെന്നുള്ള അർത്ഥത്തിലല്ല. പലരും ചെവി കടിച്ച് എടുത്തു എന്നൊക്കെ പറഞ്ഞ് വാർത്തകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ ചെവിയിൽ മൃദുവായി സ്പർശിച്ച് ലൈംഗികമായ ഒരു ഉത്തേജനം ഉണ്ടാക്കുവാൻ കഴിയും. പിന്നെ ചുണ്ടുകൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ലൈംഗിക അവയവങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെടുത്തുന്ന ഒരു സാധനമാണ് നമ്മുടെ ലിപ്സ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് വിശദമായി പറയാം. അപ്പോ ചെവിയുടെ പിറകുവശം, അതുപോലെ തന്നെ കഴുത്ത്, നമ്മുടെ കഴുത്ത് തുടങ്ങുന്ന ആ ഭാഗം, അവിടെ മൃദുവായി തടവുകയോ ഉമ്മ വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഉത്തേജനത്തിന് കാരണമാകും. അതുപോലെ തന്നെ നമ്മുടെ കമലഹാസന്റെ ഒക്കെ സിനിമയിൽ കാണുന്നത് പോലെ പിടയുടെ, അതായത് കഴുത്തിന്റെ പിറകുവശത്ത് ഉമ്മ വയ്ക്കുന്നത്, അവിടെ മൃദുവായി സ്പർശിക്കുന്നതൊക്കെ ഉത്തേജകമാണ്. ഓക്കെ. ചെവിയുടെ കാര്യം പറയുമ്പോൾ ഈ ചെവിയുടെ മടക്കിന് ഉള്ളിലും പുറത്തും രണ്ടും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മേഖലകളാണ്. അവിടെ ചിലർ നാക്കുകൊണ്ടൊക്കെ നക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്താലും ഉത്തേജനം ഉണ്ടാകുന്നതായിട്ടാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. എക്സ്പീരിയൻസും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചെറുതായിട്ട് മൃദുവായിട്ട് കടിക്കുകയോ നാക്കുകൊണ്ട് ഒഴിയുകയോ, ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ശൂളം വിളിക്കുന്നത് പോലെ പതിയെ ശ്വാസം കൊണ്ട് ഊതുകയോ ഒക്കെ ചെയ്യുന്നത് ആ സമയത്ത് വളരെയധികം ആനന്ദം നൽകുന്ന പ്രവൃത്തിയാണ്. പിന്നെ ചെവിയിൽ വളരെ രസകരമായ എന്തെങ്കിലുമൊക്കെ പറയും. ചിലർക്ക് ചീത്ത വിളിക്കുന്നതും ഇഷ്ടമാണ് സമയത്ത്. എന്നാൽ വളരെ പോസിറ്റീവായിട്ടുള്ള സ്ട്രോക്കുകൾ ചെവിയിൽ മൃദുവായിട്ട് പറയുക കാര്യങ്ങൾ. നീ മനോഹരിയാണോ സുന്ദരിയാണോ, അതൊക്കെ ക്ലീഷേ സാധനങ്ങളാണെങ്കിലും നിങ്ങൾക്ക് യുക്തമെന്ന് തോന്നുന്ന, കേൾക്കുന്ന ആൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെവിയിലൂടെ പറയാം. പിന്നത് നേരത്തെ പറഞ്ഞ കഴുത്തിന്റെ പിൻഭാഗമാണ്. ആ പിൻഭാഗത്ത് സ്പർശിക്കുന്നത് വളരെ ആനന്ദം നൽകുന്ന പ്രവൃത്തിയാണ്. പതുക്കെ തഴുകുകയോ ഉമ്മ വയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ കഴിയും. കഴുത്തിന് മുൻഭാഗത്തിന്റെ കാര്യം പറഞ്ഞു. പിന്നെയുള്ളത് സ്തനങ്ങളാണ്. തല, ചെവി, കഴുത്ത്, പിന്നെ സ്തനങ്ങൾ. അത് പുരുഷനായാലും സ്ത്രീക്കായാലും ഒരേപോലെ ഉത്തേജനം നൽകുന്ന മേഖലയാണ്. ഈ മുലഞ്ഞെട്ടുകൾ, നിപ്പിൾസിനെ ഉത്തേജിപ്പിക്കുക. ജനനേന്ദ്രിയം നമ്മൾ ഉത്തേജിപ്പിക്കുന്ന അതേ ഇഫക്റ്റ് തന്നെയാണ് ഈ പറയുന്ന നിപ്പിൾസിനെ ഉത്തേജിപ്പിക്കുമ്പോഴും കിട്ടുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. സെയിം ഇഫക്റ്റ് തന്നെയാണ്. ഇപ്പൊ വിരലുകൾ കൊണ്ട് മൃദുവായിട്ട് ഈ നിപ്പിൾസിനെ സ്പർശിക്കുകയോ, അതല്ലെങ്കിൽ ചുണ്ടുകൾ കൊണ്ട് മൃദുവായിട്ട് ഉമ്മ വയ്ക്കുകയോ, നാക്കുകൊണ്ട് ഒഴിയുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ ആനന്ദം നൽകുന്ന പ്രക്രിയയാണെന്ന് അനുഭവസ്ഥർ പറയും. കൈകൾ കൊണ്ട് ഈ സ്തനങ്ങളുടെ വശങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് തുടങ്ങുന്നത് നന്നായിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പം ഈ നിപ്പിൾസൊക്കെ ഉത്തേജിപ്പിക്കാനായിട്ട് വിപണിയിൽ ചില
ഇലക്ട്രോണിക് യന്ത്രങ്ങളൊക്കെ ലഭ്യമാണ്. അപ്പോൾ ഈ സ്തനങ്ങളെ ഉഴിയുന്നതും മുലഞ്ഞെട്ടുകളിൽ ചെറുതായിട്ട് വളരെ മൃദുവായി കടിക്കുന്നതും, നല്ല എറോട്ടിക് ആയിട്ടുള്ള സെക്സിലൊക്കെ ചിലപ്പം മുലഞ്ഞെട്ടൊക്കെ കടിച്ചു പറിക്കുന്ന സ്വഭാവക്കാരും ഉണ്ട്. അതൊക്കെ മാനസിക രോഗമാണോ ആക്ച്വൽ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൗസിന് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ എന്തുവാകാം. ഇഷ്ടപ്പെടണോ, കൺസെന്റ് മേടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് എല്ലായ്പ്പോഴും കമ്മ്യൂണിക്കേഷനിലൂടെ, പരസ്പര ചർച്ചയിലൂടെ വേണം ആർക്ക് എന്ത് ചെയ്താലാണ് കൂടുതൽ ആനന്ദം കിട്ടുക എന്ന് പറയാൻ കഴിയുക. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ചെവിയിൽ ചെറുതായിട്ട് ഊതുന്നത് പോലെ മുലഞ്ഞെട്ടുകളിൽ സ്തനത്തിന്റെ ഭാഗങ്ങളിൽ ചെറുതായിട്ട് ഊതുന്നതൊക്കെ പലർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ഇനി അടുത്തത് ചുണ്ടുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ചുണ്ടുകളും വദനവും, നമ്മുടെ ലിപ്സും മൗത്തും. പരമ്പരാഗതമായിട്ട് തന്നെ നമ്മൾ നേരത്തെ സെക്സ് എന്ന് പറയുന്നത് ലിംഗയോനി സംയോജനം മാത്രമല്ല, ഓറൽ സെക്സ് ചെയ്യുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരശുദ്ധി. തീർത്തും സെക്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഇരു പേരുടെയും ശരീരങ്ങൾ ഭംഗിയായി വൃത്തിയാക്കിയിരിക്കും. ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ശിരസ് മുതൽ പാദം വരെയുള്ള ഒരു ഭാഗവും വൃത്തികേടായിട്ടുള്ളത് ഉണ്ടാവരുത്. അങ്ങനെ വൃത്തികേടായി കാണരുത്. കണ്ടാൽ സെക്സ് ആസ്വദിക്കാൻ കഴിയില്ല എന്നാണ് വിദഗ്ധ മതം. അപ്പൊ പരമ്പരാഗതമായിട്ട് തന്നെ ഈ ഓറൽ സെക്സ് ചെയ്യുന്നവരുണ്ട്. വാഗുണ്ട് എതിർ ഭാഗത്തിന്റെ, സ്പൗസിന്റെ ലിംഗം ഉത്തേജിപ്പിക്കുക എന്നുള്ളത് പുരുഷനും സ്ത്രീയും ചെയ്യാറുണ്ട്. പല പേരിലെ നാടൻ പേരുകളിലാണ് അത് അറിയുന്നതെങ്കിൽ. അപ്പോ ചുംബനം, അല്ലാതെ തന്നെ നമുക്കറിയാം ചുണ്ടുകൊണ്ട് നമുക്ക് ചുംബനങ്ങൾ, മേളിലുള്ള മേൽചുണ്ടുണ്ട്, കീഴ്ചുണ്ടുണ്ട്. സിനിമകളിലൊക്കെ കാണുന്ന കണക്ക് കടിച്ചു പറിക്കുന്ന കണക്കുള്ള രീതികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് സ്പൗസിന്റെ കൺസെന്റോട് കൂടി ചെയ്താൽ കുഴപ്പമില്ല. അല്ലാതെ ഉള്ളത് മൃഗീയമാണ്. അപ്പൊ മൃദുവായി സമീപിക്കുന്നതിന് പകരം മൃഗീയമായി സമീപിക്കുന്ന രീതി ചിലർക്കുണ്ട്. അത് സാഡിസമാണ് എന്നാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പം മൃദുവായിട്ട് ചുണ്ടുകളിൽ ഉമ്മ വയ്ക്കാം, ഈ പറയുന്ന പോലെ അത് സക്ക് ചെയ്യാം. ഇങ്ങനെയുള്ളത് പൂർവ്വലീലയിൽപ്പെടുന്ന നല്ലൊരു സംഗതിയാണ്. അതിനെക്കുറിച്ച് പിന്നെ നാവിനോട് ചേരുന്നത്, നമ്മളിപ്പോൾ ഒരു മറ്റേ കിലുക്കത്തിലൊക്കെ ജഗതി ബിയർ വെച്ചിട്ട് പോകുമ്പോൾ എടുക്കാതിരിക്കാൻ വേണ്ടി തുപ്പി ഒഴിച്ച് വയ്ക്കാറുണ്ട്. നമ്മൾ പറയും നിന്നെ എനിക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നത്. മറ്റൊരാളുടെ തുപ്പൽ എന്ന് പറയുന്നത് നമുക്ക് അത്ര രസമുള്ള കാര്യമില്ല. സെക്സിലേക്ക് വരുമ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാറേ ഇല്ല. ഈ നാവ് കൊണ്ട് മറ്റു നാവിനെ സ്പർശിക്കുകയും അതിനെ ഉഴിയുകയൊക്കെ ചെയ്യുന്നത് തീർത്തും വളരെ ഉത്തേജകമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. പിന്നെ മൂക്ക്, ചിലർക്കാണെങ്കിൽ മൂക്കിൽ ഉമ്മ വയ്ക്കുന്നതും കടിക്കുന്നതും ഒക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. മൂക്ക് കൊണ്ട് ഇങ്ങനെ പരസ്പരം തട്ടി രസിക്കുന്നതും നല്ല കാര്യമാണ്. ചിലർക്ക് കണ്ണ് അടച്ചിട്ട് കണ്ണിന്റെ പോളകളിൽ ഉമ്മ വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം പൂർവ്വലീലയിൽ പെടുത്താവുന്നതാണ്, ഫോർപ്ലേയിൽ ചെയ്യാവുന്ന കാര്യമേ. ഇനി പറയുന്നത് കക്ഷങ്ങളെ കുറിച്ചാണ്. ചില ആണുങ്ങൾ വിഷ്വലാണല്ലോ. സ്ത്രീയെ അപേക്ഷിച്ച് സെക്സിനെ അവർ വിഷ്വലായിട്ടാണ് കൂടുതൽ അവർക്ക് ഉത്തേജനം ഉണ്ടാകുന്നത്. സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ കണ്ടാൽ അല്ലെങ്കിൽ ഒരു പോൺ വീഡിയോ കണ്ടാൽ സ്ത്രീയേക്കാൾ കൂടുതൽ ഉത്തേജിപ്പിക്കപ്പെടുന്ന വ്യക്തി പുരുഷനാണ്. കാരണം അവർക്ക് വിഷ്വലിയാണ് കൂടുതൽ റിസീവ് ചെയ്യുന്നത്. അതിൽ നിന്ന് വിരുദ്ധമായിട്ട് സെക്സിൽ സ്ത്രീകൾക്ക് ശബ്ദമാണ് കൂടുതൽ ഇഷ്ടം. അപ്പം കക്ഷം, ഈ പറയുന്ന ബേറായിട്ടുള്ള കക്ഷം കാണുന്നത് ചില ആണുങ്ങൾക്ക് വളരെ ഉത്തേജകമാണ്. അതുകൊണ്ട് തന്നെ അതിപ്പോ രോമമുള്ളതായാലും ഇല്ലാത്തതായാലും വിരലുകൾ കൊണ്ട് കക്ഷങ്ങളിൽ സ്പർശിക്കുന്നതും ഉത്തേജിപ്പിക്കുന്നതും പൂർവ്വലീലയിൽ വലിയൊരു സംഗതിയായിട്ട്, അത് ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു സ്പൗസിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. ചിലർക്ക് അത് ഇഷ്ടമല്ലായിരിക്കാം, ചിലർക്ക് ഇഷ്ടമായിരിക്കും, കൂടുതൽ പേർക്കും ഇഷ്ടമാണ്. അവിടെ നേരത്തെ പറഞ്ഞ പോലെ ചുണ്ടുകൾ കൊണ്ട് ഉമ്മ വയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ചിലര് ഈ
ചുണ്ടുകൾ കൊണ്ട് അവിടെയുള്ള രോമങ്ങൾ പതുക്കെ ഇങ്ങനെ കടിച്ച് വലിക്കുന്നത് ചിലർക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. നമുക്ക് വളരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഏരിയ ഉണ്ട്. അതിൻ്റെ പേര് നമ്മുടെ കൈകളാണ്. കൈകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തേജിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ടെങ്കിലും കൈയെ വെച്ചുകൊണ്ട് ശരീരത്തെ ഉത്തേജിപ്പിക്കാൻ അറിയാവുന്നത് വളരെ കുറച്ചു പേർക്കായിരിക്കും. അവിടെ കൈയുടെ തുടക്ക ഭാഗമാണ് ഈ കക്ഷം എന്ന് പറയുന്നത്. കണങ്കൈയുടെ ഉൾഭാഗം, നമ്മൾ കൈത്തണ്ട എന്നൊക്കെ പറയുന്ന കൈ നമ്മൾ ഞരമ്പ് മുറിക്കാൻ ഉപയോഗിക്കുന്ന ഭാഗമൊക്കെ അതാണ്. അത് വളരെ അധികം വെയിൻസ്, ഞരമ്പുകളും നാഡീഞരമ്പുകളും ഉള്ള ഒരു ഭാഗമാണ് ഇന്നർ റിസ്റ്റ് എന്ന് പറയും. കണങ്കൈയുടെ ഉൾഭാഗം വളരെ സംവേദനക്ഷമത ഉള്ള നാഡീവ്യൂഹങ്ങളുടെ സമ്പന്നമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ മൃദുവായിട്ട് തടവുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്താൽ നല്ല സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നതായിട്ടാണ് പഠനങ്ങളും പ്രവർത്തികളും തെളിയിക്കുന്നത്. അതേപോലെ നമ്മൾ ഇപ്പം ഡ്യൂറക്സിൻ്റെയോ അങ്ങനെയുള്ള കോണ്ടംസിൻ്റെയൊക്കെ പരസ്യം കാണിക്കുമ്പം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഭാഗങ്ങളിലൊന്ന് ഈ സ്പൗസസിന്റെ കൈകളാണ്. ഈ വിരലിങ്ങനെ ഇന്നർ റിസ്റ്റിലൂടെ ഓടിപ്പോയിട്ട് കൈകൾ പരസ്പരം കോർക്കുന്ന സീനുകളായിരിക്കും പലപ്പോഴും കാണുക. അപ്പൊ അങ്ങനെ കൈപ്പത്തിയും വിരലുകളും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, നമ്മളിപ്പം ഈ മുദ്രാ തെറാപ്പി ആയാലും പ്രഷറിലായാലും ഏറ്റവും കൂടുതൽ ഉത്തേജിപ്പിക്കപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത് കൈപ്പത്തിയും കൈ വിരലുകളുമാണ്. കാരണം വിരലുകളുടെയൊക്കെ എൻഡിൽ വളരെയധികം നാഡികളുണ്ട്. അതുകൊണ്ട് തന്നെ വിരലഗ്രങ്ങൾ ഊറുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുന്നത്, ഊറുക എന്ന് പറഞ്ഞാൽ അറിയാലേ, ചീമ്പുക എന്നൊക്കെ നമ്മൾ പറയുക, അതുപോലെ മൃദുവായിട്ട് ഊറുന്നതും വിരലഗ്രങ്ങൾ ഊറുന്നത് വളരെയധികം സന്തോഷം നൽകുന്നതാണ്. അതുപോലെ തന്നെ പരസ്പരം കൈകൾ കോർക്കുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പരസ്യങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഈ ചെറിയ താടിയൊക്കെ ഉള്ള പുരുഷന്മാരാണെങ്കിൽ ആ താടി വെച്ചുകൊണ്ട് ഈ ഇന്നർ പാമിൽ അല്ലെങ്കിൽ റിസ്റ്റിൽ എന്ത് ചെയ്യുക, മൃദുവായിട്ട് ഇങ്ങനെ ഓടിക്കുക. അതൊക്കെ ഇഷ്ടമുള്ള പ്രീപ്ലേകളിൽ പെടുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ കൈ വെള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗമാണ്. അവിടെ ഉമ്മ വയ്ക്കുന്നതും പതുക്കെ തഴുകുന്നത്, ഇത് ഈ കയ്യിൽ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ സ്പൗസിന്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് ചെയ്യുന്നത് കൂടുതൽ ഉത്തേജദായകമായിട്ടാണ് പറയപ്പെടുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഓരോ വിരലും എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ചീമ്പുന്ന, മറ്റേ മുരിങ്ങക്കോലൊക്കെ ചീമ്പുന്ന പോലെ ചീമ്പുന്നത് വളരെ ആനന്ദദായകമായിട്ടുള്ള അനുഭവമായിട്ടാണ് പറയപ്പെടുന്നത്. നമ്മൾ സ്ഥലങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞു. ഇനി അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അടിവയർ, പൊക്കിളിന് ചുറ്റുമുള്ള പ്രദേശം, നേവൽ പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പൊക്കിളിന് ചുറ്റും വിരലുകൾ കൊണ്ട് സ്പർശിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും, അല്ലെങ്കിൽ തൂവല് പോലുള്ള വളരെ മൃദുവായിട്ടുള്ള, നമ്മൾ പ്രോപ്പർട്ടീസ് ഒക്കെ ഉപയോഗിക്കാം. സെക്സിൽ പ്രോപ്പർട്ടീസ് ഉപയോഗിക്കുന്നവർ വിരളമാണ്, ഉപയോഗിക്കുന്നവർ ഒരുപാടുണ്ട് താനും. അപ്പോൾ തൂവല് കൊണ്ട് സ്പർശിക്കുക, അത് നേരത്തെ പറഞ്ഞ സ്ഥാനത്തിന്റെ നിപ്പിളിന്റെ പ്രദേശങ്ങളിൽ വേണമെങ്കിൽ തൂവല് കൊണ്ട് സ്പർശിച്ചാൽ വളരെ ഉത്തേജനം ലഭിക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇപ്പൊ വിരല് കൊണ്ടോ നാവ് കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള തൂവല് കൊണ്ടോ ഒക്കെ ആ പ്രദേശത്തിന്, നമ്മുടെ നാവിക്ക് ചുറ്റുമുള്ള ഭാഗം നാക്കുകൊണ്ടോ നക്കുകയോ ഉമ്മ വയ്ക്കുകയോ വിരല് കൊണ്ട് സ്പർശിക്കുകയോ തൂവല് കൊണ്ട് തൊടുകയോ, പിന്നെ ചിലര് ഈ ഞാൻ നേരത്തെ പറയില്ല, ഗെയിമിന്റെ അതിന് പ്രത്യേകിച്ച് പിന്നെ ഇന്നതൊക്കെ പാടുള്ളൂ എന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഐസ് ക്യൂബ്സ് ഒക്കെ വെച്ചിട്ട് പല സിനിമയിലെ പാട്ട് സീനിലൊക്കെ കാണിക്കാറില്ലേ, പൂക്കളിനകത്ത് വെള്ളം ഒഴിച്ച് നിർത്തിയിട്ട് ആ വെള്ളം നക്കി കുടിക്കുന്നത് പോലുള്ള പരിപാടികളൊക്കെ, അത് രണ്ടുപേർക്ക് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാറുണ്ട്. നേരത്തെ പറഞ്ഞ മുലഞ്ഞിട്ടുകളിൽ ഈ ഐസ് ക്യൂബ്സ് കൊണ്ട് ചുറ്റും ആ ഓവർ ഭാഗത്ത് എന്ത് ചെയ്യുക, തൊടുന്നത് ഇഷ്ടമുള്ള ഒരുപാട് പേരാണ്. അപ്പോൾ തണുത്ത വെള്ളമോ ഐസ് ക്യൂബോ ഒക്കെ അതിനു വേണ്ടി ഉപയോഗിക്കാം. പിന്നെ നടുഭാഗമാണ്. നമ്മൾ പിന്നെ ലിംഗഭാഗത്തെ കുറിച്ചല്ല, അല്ലാതുള്ള മേഖലകളെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്.
നടുഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടലിന്റെ ഭാഗം. അറിയാലോ, നമ്മുടെ ബ്രെയിനിൽ നിന്ന് നമ്മുടെ ശരീരത്തിന്റെ സെൻസേഷൻ മൊത്തം അറിയുന്നത് നട്ടലിലൂടെ വരുന്ന നാഡികളാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടാണ്. ഉത്തേജിപ്പിക്കാൻ ഏറ്റവും എളുപ്പവും അനുഭവങ്ങൾ കൂടുതൽ നൽകുന്നതും ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, പ്രത്യേകിച്ചും നട്ടലിന്റെ പകുതിക്ക് താഴെയുള്ള ഭാഗം. അവിടെ ഈ പറഞ്ഞതുപോലെ സ്പർശിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും ഒക്കെ വളരെ ആനന്ദം നൽകുന്ന ഒരു പ്രക്രിയയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ജെനിറ്റൽ പാർട്ട് പറയുന്നില്ല, എന്റെ ബാക്കിയുള്ളത് അത് പറയാം. അതിനു മുമ്പ് ബാക്കിയുള്ള ഭാഗങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. കാൽമുട്ടിന്റെ പുറഭാഗം, പുറകുവശം, കാൽമുട്ടല്ല, അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഭാഗം അവഗണിക്കപ്പെടുന്ന ഭാഗമാണ്. എന്നാലും ഏറ്റവും ഉത്തേജന സാധ്യതയുള്ള ഒരു ശരീരഭാഗമാണ്. വിരലുകൾ കൊണ്ടോ ചുണ്ടുകൾ കൊണ്ടോ മൃദുവായിട്ട് ഈ മേഖലയെ സ്പർശിക്കുക വഴി, അല്ലെങ്കിൽ വേഗത്തിൽ വിരലുകൾ ചലിപ്പിച്ചാലും അവിടെ ഇക്കിളി പോലുള്ള ഒരു അനുഭവം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. പിന്നൊന്ന് തുടകളുടെ ഉൾഭാഗമാണ്, നമ്മുടെ തൈസിന്റെ ഇന്നർ പാർട്ട്, ഔട്ടർ പാർട്ടല്ല, ഇന്നർ പാർട്ട്. അവിടെ ഇതുപോലെ സ്പർശനവും ഈ പറയുന്ന ഉമ്മകളും അതുപോലെ തന്നെ ചെറിയ ബൈറ്റ്സ്, ചെറിയ മൃദുവായി കടിക്കുന്നതും വളരെയധികം ആനന്ദം നൽകുന്ന പ്രക്രിയയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അടുത്തത് കാൽപാദങ്ങളും വിരലുകളുമാണ്. നമ്മൾ നേരത്തെ കൈയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അവഗണിക്കപ്പെടുന്ന ഒരു മേഖലയാണ് കാലിന്റെ പാദം. ഈ ശരിയായ രീതിയിൽ ഉത്തേജിപ്പിച്ചാൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ രക്തഓട്ടം വർദ്ധിപ്പിക്കുന്നതിന്, ബ്ലഡ് സർക്കുലേഷൻ കൂടുതൽ ആക്റ്റീവ് ആകുന്നതിന് കാൽപാദങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഭാഗം വിരലുകൾ ഉപയോഗിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും വളരെ മൃദുവായി സ്പർശിച്ചുകൊണ്ട് ആരംഭിക്കാം. പിന്നെ നല്ല നമ്മൾ മസാജ് ചെയ്യുന്നത് പോലെ നല്ല പ്രഷർ കൊടുത്ത് ഉത്തേജിപ്പിക്കുകയും ചെയ്യാം. കാൽ വിരലുകൾ, നേരത്തെ കൈവിരലിന്റെ കാര്യം പറഞ്ഞതുപോലെ അവിടെയും കാൽ വിരലുകളും ഉമ്മ വയ്ക്കുകയും അതുപോലെ തന്നെ ഊറുകയും ചെയ്യാം. ഊറുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ചീമ്പുക, പലയിടത്തും പല രീതിയിലാണ് പറയുന്നത്. ആ വിരലുകൾ വായിക്കാത്തിട്ട് വലിക്കുന്നതിനെയാണ് ഊറുക എന്ന് നമ്മുടെ നാട്ടിൽ പറയുക. ചീമ്പുക എന്ന് ചിലയിടത്ത് സ്ഥലങ്ങളിൽ പറയും. അപ്പോൾ കാൽപാദം മസാജ് ചെയ്ത ശേഷം ചുണ്ടുകൊണ്ട് ചുംബിക്കുകയോ നാവുകൊണ്ട് കുഴിയുകയോ ഒക്കെ ചെയ്യുന്നത് വളരെയധികം ആഹ്ലാദം നൽകുന്ന ഊർവലീലയാണ്. ഓക്കെ, ഇതിത്രയും ആണ് നമ്മുടെ ലൈംഗിക അവയവങ്ങൾ അല്ലാതുള്ള ഭാഗങ്ങളുടെ ഉത്തേജനത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനി ജനനേന്ദ്രിയങ്ങൾ ഉത്തേജിപ്പിക്കുന്ന കാര്യം പറയാം. രണ്ടുപേർക്കും വ്യത്യസ്തമായ ജനനേന്ദ്രിയങ്ങളാണല്ലോ ഉള്ളത്, അതായത് ആണിനും പെണ്ണിനും. ഇപ്പോൾ പെണ്ണിന്റെ ജനനേന്ദ്രിയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ രതിശൈലം എന്ന് പറയുന്നത്, അതായത് നമ്മൾ വി ഷേപ്പിൽ കാണുന്ന ആ പ്രദേശം, യോനി ഒരു ഓപ്പണിങ്ങിന്റെ മേൽഭാഗം വി ആകൃതിയിൽ ഇരിക്കുന്ന ആ ഭാഗത്തെയാണ് നമ്മൾ രതിശൈലം എന്ന് പറയുന്നത്, ഓൾവ എന്ന് പറയും. അപ്പൊ അവിടെ ഇച്ചിരി പുബർട്ടി സ്റ്റേജിലൊക്കെ ആകുമ്പോഴത്തേക്ക് രോമ വളർച്ചയൊക്കെ ഉണ്ടാകാറുണ്ട്. ആ ഭാഗങ്ങളിൽ ഈ പറയുന്ന പോലെ കൈകൾ കൊണ്ട് ഉത്തേജിപ്പിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും ഒക്കെ വളരെ ആനന്ദകരമായിട്ടുള്ളൊരു പ്രീ പ്ലേ ആണ്, ഓർ പ്ലേ ആണ്. പിന്നെ ആണുങ്ങൾക്കുള്ളതുപോലെ തന്നെ സ്ത്രീകൾക്കും ഉള്ള ഒരു ലിംഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭഗശിഷ്ണിക എന്ന് പറയും, ക്ലിറ്റോറിസ് എന്ന് പറയുന്ന ഭാഗം. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം 8,000-ഓളം നാഡികളുള്ള ഒരു ചെറിയ അവയവമാണ്. ബി.എഡ് എം.എഡും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കൗൺസിലിങ്ങിൽ വരുന്ന പലർക്കും ഇങ്ങനൊരു സാധനത്തിന്റെ ഉപയോഗം അറിയത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ എത്രമാത്രം ശോചനീയമാണെന്ന് ആലോചിച്ചുകൊള്ളുക. ഒരു സ്ത്രീ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ക്ലിറ്റോറിസ് അഥവാ ശിഷ്ണിക, ഭഗശിഷ്ണിക എന്ന് പറയുന്ന ഭാഗം പറയുന്നത്. അപ്പൊ അത് ചൂണ്ടുവിരൽ കൊണ്ടോ പെരുവിരൽ കൊണ്ടോ ചെറുതായിട്ട് മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ആനന്ദം നൽകുന്ന പ്രവൃത്തിയാണ് എന്ന് അനുഭവസ്ഥർ പറയുന്നു.
പിന്നെ പലർക്കും മുമ്പ് അറിഞ്ഞുകൂടാ, ഇപ്പൊ കുറച്ചു പേർക്കെങ്കിലും അറിയാവുന്ന ഒരു സംഭവമാണ് ജി സ്പോട്ട് എന്ന് പറയുന്നത്. എത്ര പേർക്ക് അറിയാം ജി സ്പോട്ട്? അറിയാവുന്നവരെ ഒന്ന് കമന്റ് ചെയ്യൂ. ഈ ക്ലിറ്റോറിസ് അഥവാ ഭഗശിഷ്ണിക ഉത്തേജിപ്പിക്കുന്നതിന് മാർക്കറ്റിൽ ചില വൈബ്രേറ്ററുകൾ ലഭ്യമാണ് പ്രത്യേകമായിട്ട്. ഈ വെജൈനൽ ഇൻസെക്ഷനുള്ള വൈബ്രേറ്റർ കൂടാതെ ഈ ഭഗശിഷ്ണിക സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനുള്ള വൈബ്രേറ്ററുകൾ ലഭ്യമാണ്. പുരുഷന്റെ വിരലുകളും ഒരു തരം വൈബ്രേറ്റർ തന്നെയാണ്. ജി സ്പോട്ട് അറിയാവുന്നതിനെ കുറിച്ച് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് ആരും ചെയ്തിട്ടില്ല. പോട്ടെ, കുഴപ്പമില്ല. അപ്പൊ ജി സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലൈംഗിക ബന്ധത്തോടൊപ്പം വളരെയധികം തെറ്റിദ്ധാരണ നിലനിൽക്കുന്ന ഒരു സംഗതി എന്നാണ്. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ലിംഗത്തിന് എത്ര നീളം വേണമെന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. പലരും നമ്മുടെയൊക്കെ വളരെ വിഷമത്തോടെ പറയാറുണ്ട്, എൻ്റെ ലിംഗത്തിന് വലിപ്പമില്ല, അതുകൊണ്ട് എനിക്ക് എൻ്റെ സ്പൗസിനെ, എൻ്റെ ഇണയെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുമോ എന്നുള്ളതൊക്കെ സംശയം വെച്ച് പുലർത്തുന്ന നല്ലൊരു ശതമാനം പുരുഷന്മാരുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, അതില്ലേലും കുഴപ്പമൊന്നുമില്ല. സ്ത്രീയെ ഉത്തേജിപ്പിക്കാനും അവളെ സന്തോഷത്തിലേക്ക് എത്തിക്കാനും കഴിയും എന്നാണ് ഈ മേഖലയിലുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇനി അഥവാ നീളം വേണമെന്ന് വെച്ചാൽ എത്ര വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യോനി നാളം എന്ന് പറയുന്ന ഒരു ട്യൂബ് പോലെയാണ്. അതില് ആദ്യത്തെ ഒരു 2 ഇഞ്ചിനകത്തുള്ള സ്ഥലത്ത് മാത്രമേ സ്പർശനശേഷിയുള്ളൂ. അപ്പൊ ഒരുപാട് നീളം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് സുഖമാണെന്നുള്ളത് ധാരണ തെറ്റാണ്. ഈ 2 ഇഞ്ച് ഉദ്ധരിച്ചു കഴിഞ്ഞ ഒരു 2 ഇഞ്ച് നീളം ഉണ്ടെങ്കിൽ അത് ധാരാളമാണ് എന്നാണ് പഠനം പറയുന്നത്. കാരണം അതിനകത്തോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ സ്പർശനശേഷി ഇല്ലെങ്കിൽ പിന്നെ സ്പർശനശേഷി ഉള്ളത് അങ്ങേ എൻഡിൽ തട്ടുമ്പോഴാണ്. ഏതാ? നമ്മുടെ ഗർഭാശയ മുഖത്ത് തട്ടുമ്പോഴാണ്. അത് കൈവിരൽ കൊണ്ട് വേണമെങ്കിലും സ്പർശിക്കുക, ലിംഗം വേണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ 2 ഇഞ്ച് വലിപ്പം ഉദ്ധരിക്കുമ്പോൾ ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാണ്. നേരാൻ വണ്ണം ഉപയോഗിക്കാൻ അറിയണമെന്ന് മാത്രമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ആ യോനി കവാടത്തില് അകത്ത് മുകളിലായി ഏകദേശം ഒരു 1.5-2 സെന്റിമീറ്റർ ഭാഗത്ത് സ്പർശിക്കുമ്പോൾ വളരെ ഉത്തേജിപ്പിക്കപ്പെടുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അത് തെളിയിച്ചത് ജർമ്മൻ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഏണസ്റ്റ് ഗ്രാഫൻബർഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചു. അവിടെ ഒരു അവയവമൊന്നുമില്ല, ഒരു സ്പർശന മേഖലയാണ്. യോനി കവാടത്തിനുള്ളിൽ മുകളിലായിട്ട്, യോനിയുടെ മുകൾ തട്ടില് ഏകദേശം 2 സെന്റിമീറ്റർ ഉള്ളിലായിട്ട്, തുടക്കത്തിൽ നിന്ന് ഉള്ളിലായിട്ട് ഒരു ബിന്ദുവുണ്ട്. അവിടെ കൈവിരലുകൾ കൊണ്ട് സ്പർശിച്ചാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഉത്തേജനം ലഭിക്കുന്ന ഒരു മേഖലയാണ്. ഈ ഗ്രാഫൻബർഗ് കണ്ടുപിടിച്ചത് കൊണ്ടാണ് അതിനെ ജി സ്പോട്ട് എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു സ്പോട്ടുണ്ട്. എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയില്ല. മറ്റൊരു മേഖലയാണ് എ സ്പോട്ട് എന്ന് പറയുന്നത്. ജി സ്പോട്ട് പിന്നെയും ആളുകൾ കേട്ടിട്ടുണ്ട്. എ സ്പോട്ട് കേൾക്കുന്നവരുടെ എണ്ണം വളരെ വിരളമായിരിക്കും. എ സ്പോട്ട് എവിടെയാണെന്ന് അറിയാമോ ആർക്കെങ്കിലും? ഈ യോനി നാളത്തിന് താഴെയുള്ള ഭാഗത്തിനെയാണ് എ സ്പോട്ട് എന്ന് പറയുന്നത്. താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തല്ല, അതിന്റെ അകഭാഗമല്ല, കവാടത്തിന് താഴെയാണ്. ആ ഓപ്പണിങ്ങിന് താഴെയായിട്ടുള്ള സ്പോട്ടാണ് എ സ്പോട്ട് എന്ന് പറയുന്നത്. അത് വളരെ, അതായത് ഏനസിനും യോനിക്കും ഇടയ്ക്കുള്ള ഭാഗമാണ്. ഓക്കെ. പിന്നെ ഒരു മേഖലയാണ് ഗർഭാശയമുഖം അഥവാ സെർവിക്സ് എന്ന് പറയുന്ന ഭാഗം. ഇനി പുരുഷന്റെ ലൈംഗിക അവയവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്ലാൻസ് പെന്നിസ് അതാ ലിംഗാഗ്രഭാഗം, ലിംഗത്തിന്റെ അഗ്രഭാഗം, ഗ്ലാൻസ് പെനിസ് എന്നാണ് അതിന് പറയുക. ലിംഗത്തിന് തന്നെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടാണ് ഈ ലിംഗാഗ്രം എന്ന് പറഞ്ഞാൽ. ഒരുപാട് നാഡീനരമ്പുകൾ വന്നിരിക്കുന്ന ഭാഗമാണ്. അവിടെ ഈ പറയുന്ന പോലെ ഉമ്മ വയ്ക്കുന്നതും അവിടെ ഈ നേരത്തെ പറഞ്ഞ ഊറിയെടുക്കുന്നതും ഒക്കെ
പുരുഷനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാളെ മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തേജിപ്പിക്കപ്പെടേണ്ട ഒരു ഗെയിമാണ് സെക്സ് എന്ന് പറയുന്നത്. രണ്ടുപേരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതായിരിക്കണം ഓരോരുത്തരുടെയും ആഗ്രഹം. ഇത് എതിർ ഭാഗത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ആളാരോ അയാൾ വിജയിക്കും. അതാണ് ഈ കളിയിലെ നിയമം എന്ന് പറയുന്നത്. അപ്പോ നനഞ്ഞ ചുണ്ടുകൾ കൊണ്ട് ഈ പല്ലൊക്കെ കൊണ്ട് കടിക്കുന്നവരുണ്ട്. അത് ഭയങ്കര വേദനാജനകമാണ്. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ വളരെ മൃദുവായിട്ട് മാത്രമേ ആ ഭാഗത്ത് സ്പർശിക്കാവൂ. അത് നാക്കുകൊണ്ട് ഒഴിയുന്നതും നമ്മൾ ഓറൽ സെക്സ് ചെയ്യുന്നതും ഒക്കെ വളരെ ആനന്ദം നൽകുന്ന സംഗതിയാണ്. ചില ലൂബ്രിക്കൻസ് ആ ഭാഗത്ത് ഉപയോഗിക്കാറുണ്ട്. അത് ഉത്തേജനം നൽകുന്ന സംഗതിയാണ്. പിന്നെ ലിംഗത്തിന്റെ താഴെ ഭാഗത്തുള്ള ചർമ്മം, അതിനെ ഫ്രെനലം എന്നാണ് പറയുക. അതായത് ലിംഗത്തിന്റെ ആ ദണ്ടും ശരീരവുമായിട്ട് ബന്ധിക്കുന്ന ഭാഗം, അതും വളരെ സെൻസിറ്റീവായിട്ടുള്ള ഭാഗമാണ്. പെട്ടെന്ന് തന്നെ ഓർഗാസം ഉണ്ടാക്കാൻ, രതിമൂർച്ച ഉണ്ടാക്കാൻ സഹായിക്കുന്ന സംഗതിയാണ്. പിന്നെ ലിംഗാഗ്ര ചർമ്മം, ഫോർസ്കിൻ എന്ന് പറയും. അത് ഇപ്പം മുസ്ലിം ഇതിലൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ചർമ്മമാണ് എന്ത് ചെയ്യുന്നത്, സർക്കംസെഷൻ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ഭേദിക്കപ്പെട്ടിട്ടില്ലാത്ത ആളുകളിൽ ഒരുപാട് സംവേദനക്ഷമമായിട്ടുള്ള നാഡികളുള്ള ഒരു ഭാഗമാണ് ഈ ലിംഗാഗ്ര ചർമ്മം എന്ന് പറയുന്നത്. അത് പുറകോട്ടും മുമ്പോട്ടും മാറ്റുന്നത് ആണുങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത് കണക്ക് തന്നെ ചുണ്ടുകൾ ഉപയോഗിച്ചും നമുക്ക് അത് ഉത്തേജിപ്പിക്കാൻ കഴിയും. പിന്നെ പുറത്ത് കാണുന്ന ആണുങ്ങളുടെ ഒരു ലൈംഗിക അവയവം എന്ന് പറയുന്നത് വൃഷണവും വൃഷണസഞ്ചിയുമാണ്. നേരത്തെ പറഞ്ഞ നീളത്തിൽ സംശയമുള്ളത് പോലെ തന്നെ ഒരുപാട് സംശയങ്ങളുള്ള ഒരു സാധനമാണ് ഈ വൃഷണം എന്ന് പറയുന്നത്. എൻ്റെ 2 വൃഷണങ്ങളും ഒരുപോലല്ലോ, ഒരെണ്ണം മേലോട്ട് ഒരെണ്ണം താഴോട്ട് ഇരിക്കുകയാണല്ലോ എന്നൊക്കെ സംശയപ്പെടുന്നവരുണ്ട്. ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്നിന് ഭയങ്കര വലിപ്പം ഫീൽ ചെയ്യുകയാണെങ്കിൽ മാത്രം ഒരു ഡോക്ടറെ കാണിക്കേണ്ടതായിട്ടുള്ളൂ. ഈ ഉയരം ഒന്ന് മേളിലോട്ടും ഒന്ന് താഴോട്ടും ഇരിക്കുന്നത് ഈ കാലുകൾക്കിടയിലായതുകൊണ്ട് ഇത് പരസ്പരം ഞെരുങ്ങി പ്രഷർ ഉണ്ടാവാതിരിക്കാനാണ് അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ തന്നെയാണ് അതിനെ സൃഷ്ടിച്ചേക്കുന്നത്. ഈ പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ സ്ഥലങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകുന്ന അതേ സംശയമാണ് ആണുങ്ങൾക്ക് ഈ വൃഷണത്തെ സംബന്ധിച്ചുണ്ടാകുന്നത്. ഒരെണ്ണത്തിന് വലിപ്പവും ഒരെണ്ണത്തിന് വലിപ്പം കുറവും എന്നുള്ള രീതിയിൽ. അതിന് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, പേടിക്കേണ്ടതില്ല. ഇടത് വലത് മുലകൾ ഒരേ കണക്ക് വലിപ്പം വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെയാണ് പുരുഷന്മാരുടെ 2 വൃഷണങ്ങളിൽ ഒരെണ്ണം ചെറുതോ ഒരെണ്ണം വലുതാകുന്നതോ ഒരു രോഗാവസ്ഥയൊന്നുമല്ല. എന്നാൽ സാധാരണയിൽ കവിഞ്ഞുള്ള വലിപ്പ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു ന്യൂറോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ യൂറോളജിസ്റ്റിനെയോ കാണേണ്ടതാണ്. ഓക്കെ. എന്തുകൊണ്ടാണ് ചിലർ പറയും ചില സമയത്ത് ഈ വൃഷണം ഇങ്ങനെ അങ്ങ് ചുരുങ്ങി ഒട്ടിയിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ ഞാന്ന് കിടക്കും. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൃഷണത്തിന്റെ ജോലി പുംബീജം അഥവാ സ്പേം ഉൽപ്പാദിപ്പിക്കുകയാണ്. സ്പേം ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ ശരീര താപനിലയേക്കാൾ 1-2 ഡിഗ്രി കുറവായിരിക്കണം വൃഷണത്തിന്റെ അല്ലെങ്കിൽ ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കേന്ദ്രത്തിന്റെ ഊഷ്മാവ് എന്ന് പറയുന്നത്. ആ ഊഷ്മാവ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ചിലപ്പോൾ നല്ല തണുപ്പുള്ളപ്പം നല്ല ഇങ്ങനെ ഒട്ടി ഭയങ്കര ടെമ്പറായിട്ടിരിക്കും, അല്ലാത്തപ്പം വലിഞ്ഞ് സഞ്ചി പോലെ തൂങ്ങിക്കിടക്കും. അതൊരു രോഗമൊന്നുമല്ല. അത് ഈ വൃഷ്ണങ്ങളിലാണ് സ്പേം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആ ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ കുറഞ്ഞിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സജ്ജീകരണം. അത് തന്നെ അകത്ത് വയ്ക്കാതെ പുറത്ത് വെച്ചേക്കുന്നതിന്റെ ഉദ്ദേശം അതാണ്. ലിംഗം മാത്രം പോരെ ഇൻസേർഷന്, ഇത് രണ്ടും എന്തായാലും വെളിയിലില്ലേ, എങ്കിൽ പിന്നെ ഇതെടുത്ത് അകത്ത് വെച്ചുകൂടായിരുന്നോ ദൈവത്തിനൊന്ന് ചോദിക്കരുത്. അപ്പോ ഈ ഭാഗത്ത് ഈ പറയുന്ന പോലെ മൃദുവായിട്ട് തടവുന്നതും ഉമ്മ വയ്ക്കുന്നതും ചെറുതായിട്ട് കടിക്കുന്നതും ഒക്കെ ആദായകമായിട്ടുള്ള സംഗതികളാണ്. പിന്നെ പുരുഷന് ഏറ്റവും ഉത്തേജനം കിട്ടുന്ന മറ്റൊരു ഭാഗം, പെണ്ണുങ്ങളുടെ ഈ എ സ്പോട്ട് പോലെ മറ്റൊരു സ്ഥലമാണ് പെരിനിയം എന്ന ഭാഗം. അതായത് മലദ്വാരത്തിനും വൃഷണത്തിനും ഇടയ്ക്കുള്ള ആ മേഖലയാണ് പെരിനിയം എന്ന് പറയുന്നത്. അവിടെ വിരലുകൾ കൊണ്ട് ഉത്തേജിപ്പിക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ ഒരു സെൻസിറ്റീവ് മേഖലയാണ്. സ്ഖലനം വളരെ വേഗത്തിൽ നടക്കാൻ സാധ്യതയുണ്ട് അവിടെ സ്പർശിച്ചു കഴിഞ്ഞു. പിന്നെ പോസ്ട്രേറ്റ് ഗ്ലാൻഡ് ആണ്.
അത് ഇച്ചിരി മെനക്കേടാണ് അത് കണ്ടെത്താൻ. അത് മലദ്വാരത്തിന് ഉള്ളിലുള്ള സ്പോട്ടിലാണ് അത് സ്പർശിക്കേണ്ടത്. ലൂബ്രിക്കേഷൻസ് ഉപയോഗിച്ച് വിരലുകൾ ഏകദേശം 1 ഇഞ്ച് അകത്തേക്ക് വിരലുകൾ കയറ്റി ഈ പറയുന്ന പെരിനിയത്തിന്റെ ആ ഭാഗത്തും അതുകൂടെ ചേർത്ത് പ്രസ് ചെയ്യുന്നത് വളരെ പ്രഷർഫുൾ എക്സ്പീരിയൻസ് ആണെന്ന് അനുഭവസ്ഥർ പറയുന്നു. അപ്പൊ ഇങ്ങനെ ലൈംഗിക അവയവങ്ങളെയും ഉത്തേജിപ്പിക്കാം. ഇങ്ങനെ ഉത്തേജിപ്പിച്ച അവസ്ഥയിലേക്ക് പോയതിനു ശേഷം വേണം നമ്മൾ പറയുന്ന രതി മൂർച്ചയിലേക്ക് അല്ലെങ്കിൽ ഓർഗാസത്തിലേക്ക് പോകാൻ. ചിലപ്പോ ഈ പൂർവലീലകൾ കൊണ്ട് തന്നെ, ഫോർപ്ലേ കൊണ്ട് തന്നെ ചിലപ്പോൾ ഉത്തേജനം സംഭവിക്കുകയും ഈ പറയുന്ന രതിമൂർച്ചയിലും എത്താം. പക്ഷെ പലരും ഇതിനെ അവഗണിക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിച്ചത്. ഇനി നേരത്തെ പറയുന്ന വെജൈനൽ പെന്നിസ് സംഭോഗം നമ്മളെന്ന് പറയുന്നത്, ഇന്റർകോഴ്സ് എന്ന് പറയുന്ന ഇത് മാത്രമാണ് നമ്മൾ പലപ്പോഴും സെക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാറുള്ളത്. അത് മാത്രമല്ല, ഏകദേശം 6ഓളം സംഭോഗ രീതികളുണ്ട്. ലിംഗയോനി സംഭവം അതിൽ ഒരെണ്ണമാണ്. പെനോവെജൈനൽ ഇന്റർകോഴ്സ് എന്നാണ് നമ്മൾ അതിന് പറയുക. ഇനി അതുപോലെ നമുക്കറിയാവുന്ന മറ്റൊരു സാധനമാണ് ഓറൽ ജെനിറ്റൽ ഇന്റർകോഴ്സ് എന്ന് പറയും. അധര ജനനേന്ദ്രിയ സംഭവം, നമ്മൾ എന്താ പറയുക, ഓറൽ സെക്സ് എന്ന് പറയുന്ന സംഭവം. ഇനി പീനോ അനൽ ഇന്റർകോഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഗുദം എന്ന് പറയുന്ന ഭാഗത്തൂടെ, ആനസിലൂടെ, മലദ്വാരത്തിലൂടെയുള്ള ഇന്റർകോഴ്സ് ആണ്. ലിംഗപായു സംഭവമാണ് എന്നാണ് അതിന്റെ മലയാളം പറയുന്നത്. ഇനി ഫിംഗർ ജെനിറ്റൽ കോണ്ടാക്ട്, അങ്കുലി ജനനേന്ദ്രിയ സംഭവം, വിരൽ കടത്തിയുള്ള സംഭവമാണ്. വിശദീകരിക്കേണ്ട കാര്യമല്ല, അറിയാവുന്നതാണ്. ഈ സ്വയംഭോഗമൊക്കെ ചെയ്യുമ്പോൾ പലരും അനുവർത്തിക്കുന്നത് ഇത് തന്നെയാണ്. അങ്കുലി ജനനേന്ദ്രിയ സംഭവം എന്നാണ് അതിന് പറയുക. ഫിംഗർ ജെനിറ്റൽ കോണ്ടാക്ട് എന്ന് പറയും. ഇനി ജെനിറ്റൽ പാർട്ടുകൾ തമ്മിൽ ഉരസി, ജനനേന്ദ്രിയങ്ങൾ ഉരസിയും ഈ പറയുന്ന ഓർഗാസത്തിലേക്ക് അല്ലെങ്കിൽ രതിമൂർച്ചയിലോട്ട് പോകാറുണ്ട്. ജെനിറ്റൽ റബ്ബിംഗ് ഓർ ഡ്രൈ ഹംബിംഗ് എന്നാണ് അതിന് പറയുക. ഡ്രൈ ഹംബിംഗ് അല്ലെങ്കിൽ ജെനിറ്റൽ റബ്ബിംഗ് എന്ന് പറയും. ജനനേന്ദ്രിയത്തിന്റെ ഉരസൽ എന്ന് പറയുന്നത്. പിന്നെ നമുക്കെല്ലാവരും ഉള്ളതുപോലെ സ്വയംഭോഗം അഥവാ മാസ്റ്റർബേഷൻ. ഇങ്ങനെ 6 തരം സംഭോഗ രീതികൾ ഉള്ളതായിട്ടാണ് അറിയപ്പെടുന്നത്. ഇതിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിവുള്ള കാര്യമായിരിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ വിശാലമായ ഒരു മേഖലയാണ്, എക്സ്പ്ലോറേഷൻ നടത്തേണ്ടുന്ന മേഖലയാണ്. ഇതിലെ ഗുണം 2 പേർക്കുമാണ്. സ്പൗസുകൾക്ക് വളരെ ആവശ്യമുള്ള, പലപ്പോഴും പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് സെക്സിലുള്ള അതൃപ്തിയാണെന്നാണ് പലപ്പോഴും കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ആരോഗ്യകരമായ ലൈംഗിക ബന്ധവും ആ ലൈംഗിക ബന്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചും വളരെ ചുരുങ്ങിയ സമയത്തിൽ സംസാരിച്ചതാണ്. എന്തായാലും കുടുംബജീവിതത്തിലെ സെക്സ് ഒഴിവാക്കാൻ കഴിയാത്ത, മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, മറ്റ് ജീവികൾ വെറും പ്രജനനത്തിന് വേണ്ടി മാത്രമാണ് സെക്സ് ചെയ്യുന്നതെങ്കിൽ ആനന്ദത്തിന് വേണ്ടി സെക്സ് ചെയ്യുന്നത് മനുഷ്യർ മാത്രമാണ്. ബാക്കി എല്ലാ ജീവികളും, ഇപ്പം പട്ടിക്ക് കന്നിമാസം എന്ന് പറയുന്ന പോലെ, അവർക്ക് ഓരോ സീസണലായിട്ടാണ് അവർ സെക്സ് ചെയ്യുന്നത്. ഓരോ മൃഗവും അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ സന്തോഷിക്കാൻ വേണ്ടി ഏതെങ്കിലും കുരങ്ങൻ സെക്സ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ പശുവും കാളയും ആയിട്ട് സെക്സ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയില്ല. മനുഷ്യൻ മാത്രമാണ് ആനന്ദത്തിന് വേണ്ടി, പ്ലഷറിന് വേണ്ടി സെക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്ലഷർ കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ജ്ഞാനം, എന്തൊക്കെ ചെയ്താലാണ് ആനന്ദം ലഭിക്കുക എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുള്ള ഒരു ലഘുശ്രമമാണ് ഇന്ന് നടത്തിയത്. എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരുന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറയാം. ഒരു സെന്റൻസ് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. സെക്സ് ഈസ് നോട്ട് ബിറ്റ്വീൻ ദ ലെഗ്സ്, ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ ഇയേഴ്സ്.
ഞങ്ങളുടെ ഗുരുനാഥൻ ഡോക്ടർ അരുൺ ബി നായർ സാറ് സ്ഥിരം പറയുന്ന ഒരു ഡയലോഗാണ്. കാലുകൾക്കിടയിലല്ല ലൈംഗികത, ഇത് ചെവികൾക്കിടയിലാണ്. എന്താ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുക? സെക്സ് ചിന്തയിൽ ഉതിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഗാസത്തിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇമാജിനേഷൻ വേണം, നല്ല ഫാന്റസി വേണം. അത് ചിന്തയാണ്. ചിന്ത, തലച്ചോറുള്ളത് ചെവികൾക്ക് മധ്യയാണ്. അവയവമുള്ളത് കാലുകൾക്കിടയിലാണെങ്കിൽ ചിന്തയുള്ളത് ചെവികൾക്ക് മധ്യയാണ്. അതുകൊണ്ടാണ് സെക്സ് ഈസ് നോട്ട് ഇൻ ബിറ്റ്വീൻ ദ ലെഗ്സ് ബട്ട് ബിറ്റ്വീൻ ദ ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിന്തിച്ച് വളരെ ഫാന്റസി കലർത്തി ചെയ്യേണ്ടുന്ന ഒരു പ്രക്രിയയാണ്. എല്ലാവർക്കും നന്ദി, നമസ്തേ. എല്ലാവരും പോയോ? എന്നൊക്കെ കാണുന്നു. താങ്ക് യു സർ. നല്ലൊരു ടോപ്പിക്ക് സാർ വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചു. എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമാണ്. സർ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നു, ഡൗട്ട്സ്. പറഞ്ഞോളൂ പ്രദീപ്. ഹലോ, സമയമുണ്ടോ? ഉണ്ട് സർ, നമ്മൾ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള ടൈമിങ്. ഇപ്പൊ പല കുട്ടികൾക്കും ഒരുപാട് വൈകല്യമുണ്ട്, ജനിതക വൈകല്യങ്ങള്. അപ്പൊ അതുപോലെയുള്ള പ്രോബ്ലംസിന് എന്താ പറയണ്ടേ, കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ ബന്ധപ്പെടുമ്പോ അത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന ജീവന്റെ ഇത്. അപ്പൊ അതിന്റെ ടൈമിങ്ങിനെ പറ്റിയിട്ട് സാറിന് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയോ? എന്ത് ടൈമിങ്ങിനെ കുറിച്ചാണ് പ്രദീപ് ചോദിക്കുന്നത്? അതായത് ഈ നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സമയമുണ്ടോ എന്നുള്ളതാണോ ചോദിക്കുന്നത്? അതായത് നമ്മുടെ പുരുഷന്റെ ശരിയായുള്ള ബീജം ഏറ്റവും കൂടുതൽ എന്താ പറയണ്ടേ ഉത്തേജനം ഉണ്ടാകുന്നതിന് ഹെൽത്തി ആയിട്ടുള്ള ബീജം പവർഫുൾ ആയി നിൽക്കുന്നത് രാവിലെയുള്ള 4 മണി 5 മണി ആ ടൈമിലാണ് ഏറ്റവും പവർഫുൾ ആയിട്ട് ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. അതേപോലെ സ്ത്രീകളിലുള്ള അണ്ടം ഏറ്റവും എത്തുന്ന സമയം, ഈ രണ്ടും കൂടി പെർഫെക്റ്റ് ആവുമ്പോഴാണ് ആ ഒരു കുഞ്ഞിന് ഏറ്റവും കൂടുതൽ ആ സമയം കറക്റ്റ് ആയിട്ടുള്ള വളർച്ചയെത്തുന്ന സമയം ഏതാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയണം. പിന്നെ രാവിലെ ഈ സമയങ്ങളിൽ ബന്ധപ്പെടുമ്പോഴാണ് ഏറ്റവും പഠനങ്ങൾ പറയുന്നുണ്ട്. അതിന് സാറിന് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെന്നുള്ള ചോദിക്കുന്നത്. ഇതിൽ പറയാനുള്ളത്, ഈ രാവിലത്തെ ശുക്ലമാണ് ഭയങ്കര മെച്ചം, അല്ലെങ്കിൽ രാവിലെ ഉണ്ടാകുന്ന അണ്ടമാണ് മെച്ചം എന്നുള്ള പഠനങ്ങൾ ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. അതിൽ പ്രധാനം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, രണ്ടുപേരും ഏറ്റവും സന്തോഷത്തോടെ ഇടപഴകുമ്പോഴാണ് നല്ല കുഞ്ഞുങ്ങൾ. സുപ്രജ എന്ന് പറയുന്ന നല്ല ഒരു പഠനങ്ങൾ നടന്നൊരു മേഖലയാണ്. അതിൽ പറയുന്നതിൽ പ്രധാനം എന്ന് പറഞ്ഞാൽ, എനിക്ക് കുഞ്ഞ് വേണമെന്ന് അമ്മ ആഗ്രഹിക്കുക, പിന്നെ ഭാര്യ ആഗ്രഹിക്കുക, അതേപോലെ തന്നെ ഭർത്താവും എനിക്ക് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് വേണം എന്നുള്ള ചിന്തയോടുകൂടി എന്ത് ചെയ്യുക, സന്തോഷത്തോടെ രണ്ടുപേരുടെയും സമ്മതത്തോടെ രണ്ടുപേർക്കും ഒരേ ആഗ്രഹത്തോടെ എന്തിലേക്ക് പോവുക, ലൈംഗിക ബന്ധത്തിലേക്ക് പോകുന്നവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല സ്വഭാവവും നല്ല ആരോഗ്യം ഉണ്ടാവും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പൊ അതിൽ പ്രധാനം എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ഇപ്പൊ പലപ്പോഴും നമ്മൾ സംഭവിക്കുന്ന ഈ കുറ്റവാളികൾ, ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളെ പഠിച്ചതിൽ നിന്നുള്ള ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത്, അവിടെ ഈ ആന്റി സോഷ്യലായിട്ട് പെരുമാറി പല കുറ്റകൃത്യങ്ങളിലും അകത്ത് കിടക്കുന്നതിൽ നല്ലൊരു ശതമാനവും അൺവാണ്ടഡ് ചൈൽഡ് ആയിരുന്നു എന്നാണ്. അങ്ങനെ ഒരു പഠനം നടന്നിട്ടുണ്ട്. അൺവാണ്ടഡ് ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും പ്രതീക്ഷിക്കാതെ കൺസീവ് ചെയ്യുക. അവർ രണ്ടുപേരും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ലാതെ ഗർഭം ധരിക്കുക. അയ്യോ, പിന്നെ സംഭവിച്ചു പോയല്ലോ, എങ്ങനെ ഇതിനെ ഇല്ലാതാക്കാം എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ കുഞ്ഞത് അറിയുമെന്നാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് ആന്റി സോഷ്യൽസ് ആയിട്ട് വളരുന്നതെന്നാണ് പഠനങ്ങൾ പ്രധാനമായിട്ടും തെളിയിക്കുന്നത്. അപ്പൊ അതിന് മനസ്സിലാക്കേണ്ട എന്താണ്, കുഞ്ഞ് വേണ്ട എന്ന് ചിന്തിക്കുന്നത് കുഞ്ഞറിയുന്നു എന്നാണ് പറയുന്നത്. അപ്പോ നല്ല കുഞ്ഞായിട്ട് വളരാൻ എന്ത് വേണം? എനിക്ക് ഇത് വേണം, എനിക്ക് കൺസീവ് ചെയ്യണം എന്ന് അമ്മയും
അതേപോലെ ഈ ബന്ധത്തിലൂടെ ഞങ്ങൾക്ക് ആരോഗ്യമുള്ള കുഞ്ഞ് വേണമെന്നുള്ള അച്ഛന്റെയും അല്ലെങ്കിൽ ബാപ്പായുടെയും ചിന്തയോടുകൂടി സംഭോഗത്തിൽ ഏർപ്പെടുമ്പോഴാണ് നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നതെന്നാണ് എൻ്റെ അറിവിലുള്ള കാര്യം. ക്ലിയർ അല്ലേ? അല്ല പിന്നെ സാർ, ഞാൻ പിന്നെ ഫിസിക്കലായിട്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പെണ്ണുങ്ങള് ഒരു 20 വയസ്സിന് ശേഷവും 35 വയസ്സിന് മുമ്പും ഗർഭം ധരിക്കുന്നതാണ് ഏറ്റവും ശരിയായ കാലഘട്ടം എന്ന് പറയുന്നത്. 20 വയസ്സിന് ശേഷവും 35 വയസ്സിന് മുമ്പുമാണ് ആരോഗ്യമുള്ള അണ്ഡങ്ങൾ ഉണ്ടാകുക. അതേപോലെ പുരുഷനങ്ങനെ ഈ പറയുന്ന ആർത്തവ വിരാമം എന്ന് പറയുന്ന സംഗതി ഒന്നും ഇല്ലെങ്കിൽ തന്നെയും 90 വയസ്സിലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശുക്ലസ്ഖലനം സംഭവിക്കാം. പക്ഷെ ആരോഗ്യമുള്ള ബീജമുള്ളത് ഒരു 40 വയസ്സിന് മുമ്പാണ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അപ്പൊ ആരോഗ്യമുള്ള അണ്ഡവും ബീജവും ആണെങ്കിൽ അങ്ങനെ. പിന്നെ ഇതിൻ്റെയൊക്കെ പ്രധാനം നമുക്കറിയാം, 46 ക്രോമസോമുകളാണ് നമ്മുടെ ജെനിറ്റലായിട്ടുള്ള പൂർവികരുടെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയ എല്ലാ സാധനങ്ങളും കുഞ്ഞിലേക്ക് വരും. അതിന് സമയവും കാലം നോക്കിയിട്ട് കാര്യമില്ല. ഈ 23 ജോഡി രണ്ടുപേരിൽ നിന്നും കൂടെ വരുന്നത്. അതിൽ ഏത് ആക്റ്റീവ് ആവുന്ന അനുസരിച്ചിട്ടായിരിക്കും കുഞ്ഞിന്റെ സ്വഭാവവും മറ്റ് ശാരീരിക പ്രത്യേകതകളും ഉണ്ടാവുക. ഇതാണ് എനിക്കറിവുള്ള കാര്യം. ക്ലിയർ ആണോ? ഏകദേശം ക്ലിയർ ആയി. എന്നാലും പെർഫെക്റ്റ് ആയിട്ടില്ല. ഞാൻ അതിനെ പറ്റിയിട്ട് ഒന്ന് സ്റ്റഡി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നല്ല കുഞ്ഞിനെ ഈ സ്റ്റഡിയിൽ വരുന്നത് ഈ സമയം ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് കല്യാണം കഴിഞ്ഞതിനായിട്ട് ശാന്തി മുഹൂർത്തം എന്ന് പറഞ്ഞൊരു സംഗതിയൊക്കെ നോക്കിയിട്ടാണ് മേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ശാസ്ത്രീയ പഠനം എല്ലാ മേഖലയിലും ഇപ്പം കൂടുതലും നമ്മുടെ പഠനങ്ങൾ എന്ന് പറയുന്നത് വെസ്റ്റേൺകാരാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ച് യാതൊരു പഠനങ്ങളും വളരെ അപൂർവമായിട്ടാണ് പഠനങ്ങൾ നടക്കുന്നതെന്ന് പറയേണ്ടി വരും. അപ്പൊ അവിടെ അങ്ങനെ ശാന്തി മുഹൂർത്തമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവര് അല്ലാതുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് പഠനങ്ങൾ നടത്തുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് അങ്ങനെ ഒരു പഠനം എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയല്ല. കാരണം സ്വകാര്യതകളിൽ സംഭവിക്കുന്നതായതുകൊണ്ട് തന്നെ, മാത്രമല്ല ആളുകൾ ഇതിന്റെ സ്റ്റിഗ്മ, ആ ഒരു പറയാനുള്ള മടിയുള്ള ഒരു മേഖലയും കൂടെ ആണ്. അതുകൊണ്ട് തന്നെ പഠനങ്ങൾ വളരെ ദുഷ്കരമാണ്. അതാണ് ഇതിന്റെ എന്നിട്ടും 10,000, 8,000, 12,000 ആളുകളെ വെച്ചൊക്കെ ഉള്ള പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ മേഖല തിരഞ്ഞെടുത്താൽ നല്ല കാര്യം. ഈ മേഖലയിൽ കൂടുതൽ പഠനങ്ങൾ വരട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് ചെയ്യുന്നു പ്രദീപ്? സാർ, ഞാൻ ഇങ്ങനെ ഒരു ഡിസ്കവർ മൈക്രോവിഷൻ എന്ന് പറഞ്ഞ ഒരു പ്രൊജക്ട് ഒക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോ മാരേജ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് എന്താ പറയണ്ട ഒരു സംഭവം റെഡിയാക്കുന്നുണ്ട്, മൈൻഡ് മാച്ചിങ് സിസ്റ്റം. അപ്പൊ മലയാളത്തില് സുപ്രജ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്. കേരളത്തിലെ സുപ്രജ എന്ന് പറയുന്ന കുറെ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു സംഗതിയാണ്. അതായത് നല്ല സന്താനങ്ങളെ സൃഷ്ടിക്കാൻ ഭർത്താവും ഭാര്യ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധർമ്മ പ്രചാര സഭയുടെയാണ് അതിന്റെ പഠനങ്ങൾ. അവിടെ അന്വേഷിച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പഠനങ്ങൾ, നമ്മുടെ പൂർവ്വ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പഠനങ്ങൾ ലഭ്യമാണ്. സുപ്രജ, ആ പേരിൽ തന്നെ ഉണ്ടല്ലോ സുപ്രജ. പ്രജ എന്ന് ഉദ്ദേശിക്കുന്നത് ചൈൽഡ് എന്നുള്ള അർത്ഥത്തിലാണ്. നല്ല കുട്ടിയെ വാർക്കുന്നതിനുള്ള അമ്മയും അച്ഛനും അനുഷ്ഠിക്കേണ്ട ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രവൃത്തികളെ കുറിച്ചുള്ള ഒരു പഠനമാണ്. അല്ലാതെ വേൾഡ് വൈഡ് ആയിട്ടുള്ളത് എനിക്ക് വലിയ അറിവില്ല. അതാണ് കാര്യം. ഓക്കെ സർ, താങ്ക് യു. ഒരുപാട് സമയമായി. മറ്റുള്ള ആർക്കും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവും. പിന്നെ വിംബിൾ ടീമിനും എന്ന് പറയുന്നത് വേറെ ഓരോ തിരക്കുകൾ ഉണ്ടാവും. അപ്പൊ ഇത്രയും സമയം തന്നതിൽ വളരെ നന്ദി. ഇനി കൂടുതൽ സാറിന്റെ ക്ലാസ്സുകൾ കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഈവനിങ് ടൈം ആണെങ്കിൽ കൂടുതൽ സമയം കിട്ടും സാർ. ഈവനിങ് ടൈമിൽ 1 മണിക്കൂർ വരെ ആവശ്യപ്പെട്ടാൽ നമ്മൾ സമയം കണ്ടെത്തും. സർ, അടുത്ത ആഴ്ച ഏതെങ്കിലും ഒരു നല്ല ദിവസം സാറ് കുറച്ചും കൂടി പുതിയ പുതിയ കാര്യങ്ങൾ, അതായത് ലൈംഗിക ഇതിന്റെ ശുചിത്വം, അതായത് നമ്മുടെ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ശിരസ് മുതൽ പാദം വരെ നല്ല ക്ലീൻ ആയിരിക്കണമെന്ന് ആദ്യമേ പറഞ്ഞതാണ്. ഇതില് എന്താ ഒരു അരുചിയും വരാൻ പാടില്ല. ഒരു തരത്തിലുള്ള ഈയെ എന്നുള്ള ചിന്ത വരാതെ വേണം ഈ ബന്ധങ്ങളിലേക്ക് പോകാൻ. അതുകൊണ്ട് തന്നെ ശരീരശുദ്ധി വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ഭാഗങ്ങളും, അത് ലൈംഗിക ഭാഗങ്ങൾ മാത്രമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഫ്രം ഹെഡ് ടു ടോ, ശിരസ് മുതൽ പാദം വരെ. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാദത്തിലെ വിരലുകൾ വരെ ഊറുന്ന കാര്യം നമ്മൾ പറഞ്ഞത്. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ ഉള്ള ചളിയും ഇതുമൊക്കെ ആയിട്ടിരുന്ന എങ്ങനെ ആയിരിക്കും? വളരെ ശോചനീയം. അതുകൊണ്ട് വളരെ ശുദ്ധിയായിട്ട് ശിരസ് മുതൽ പാദം വരെ ശുദ്ധിയായിരിക്കണം. സർ, അതുകൂടാണ്ട് ഇത് കുട്ടികൾക്ക് വരെ ഇപ്പൊ ഓരോ ലൈംഗിക അവയവത്തിന് ഏറ്റവും വൃത്തിയായിട്ട് എങ്ങനെ കറക്റ്റായി സൂക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ കൂടുതൽ അറിവില്ല.
അപ്പൊ സ്കൂൾ തലത്തിൽ ഇവർ ആ അത് ഈ പഠനങ്ങള് അമ്മമാരും അച്ഛന്മാരുമാണ് അതിന് കാരണം. അവരാദ്യമേ ശിക്ഷ ഉള്ളവരായി ബോധമുള്ളവരായിട്ട് മാറിയെങ്കിലല്ലേ കുട്ടികളിലേക്ക് അത് പകർന്നു നൽകാൻ കഴിയും. ഈ മേഖല എന്ന് പറയുന്നത് ഈ ഗോപ്യമായി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അബദ്ധങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഉള്ള ഒരു മേഖലയാണ്. ഇപ്പൊ തന്നെ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഇതിനകത്ത് എത്ര പേരെ ഉള്ള 11 500 പേരോളം ഉള്ള ഒരു ബാച്ച് ഒരു ഗ്രൂപ്പാണെന്ന് തോന്നുന്നു. ഇപ്പൊ അന്നലെ ഞാനും കൂടെ ഉൾപ്പെടുന്നത്. അല്ല എന്ന് പറഞ്ഞാൽ 10 പേരെ ഇതിനകത്തുള്ളൂ. 10 പേർക്ക് അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളൂ. 500 പേരുള്ളതിൽ. അല്ല സാർ, അത് രാവിലത്തെ സെക്ഷൻ ആയതുകൊണ്ടാണ്. വൈകുന്നേരം സെക്ഷൻ ആ കാര്യങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട്. രാവിലെ തന്നെ എല്ലാവർക്കും ഈ സമയത്ത് എന്ന് പറയണ്ട റെഡി ആവാൻ പറ്റൂലല്ലോ, അതുകൊണ്ടാണ് സാർ. അതായിരിക്കാം, എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ഞാൻ വിമ്പിൾ ആവശ്യപ്പെട്ടാല് തീർച്ചയായിട്ടും ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഓക്കെ ഓക്കെ സാർ, മെനി താങ്ക്സ് സാർ. അപ്പോൾ ഈവനിങ് സമയത്ത് ഒരു നല്ലൊരു സബ്ജക്റ്റ് ആയിരിക്കും. നമുക്കൊന്നും കൂടി കുറച്ചും കൂടി വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിക്കണം. സാറിന്റെ നല്ല അറിവുകൾ, ഒരുപാട് അറിയാത്ത കാര്യങ്ങളുണ്ട്. സാറ് പറഞ്ഞുതരാണ് അങ്ങനത്തെ ഓരോ സ്പോട്ട് പോയിന്റ്സ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. ഒരുപാട് നന്ദി. ഓക്കെ, വിമ്പിളുടെ ടീമിന് നന്ദി. രാവിലെ ഒന്ന് ഹാപ്പി മോർണിംഗ് പുതിയൊരു ടോപ്പിക്കിൽ. ഓക്കെ, എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഗുഡ് മോർണിംഗ് അനിൽ സാർ. നല്ലൊരു ടോപ്പിക് ആയിരുന്നു സാർ. ഇന്ന് ഹെൽത്തിയും ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഇങ്ങനെ സാർ ഒരു ടോപ്പിക് ഇങ്ങനെ പ്രസന്റ് ചെയ്തത്, പലരും ഇത് സാറ് പറഞ്ഞതുപോലെ സ്റ്റിഗ്മ കാരണം ഇത് പ്രസന്റ് ചെയ്യാൻ മടിക്കും. പക്ഷെ ഇപ്പൊ ഒരുപാട് ഒരു നമ്മൾ നല്ലൊരു കൾച്ചറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വശങ്ങളും നമ്മൾ മനസ്സിലായി തന്നെ പോകണം. അപ്പം അത് സ്കൂൾ തലത്തിലും ഈ സെക്സ് സേഫ്റ്റി എഡ്യൂക്കേഷൻ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കൊടുത്താൽ നല്ല കുട്ടികളെ, നല്ല ഒരു പൗരനെ നമുക്ക് വാർത്തെടുക്കാൻ അതിൽ കൂടി സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ഒരു വർഷം എൻ്റെ അടുക്ക കൗൺസിലിംഗ് വന്നിട്ടുള്ള ഫാമിലി കൗൺസിലിംഗ് കപ്പിൾ തെറാപ്പിയിൽ വന്നിട്ടുള്ളതിൽ നല്ലൊരു ശതമാനത്തിന്റെയും പ്രശ്നം ഇത് തന്നെയാണ്. ഞാനിത് ഈ ഫോർപ്ലേയുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അതായത് ശുക്ല വിസർജനത്തിന് ശേഷം ഭർത്താവ് എഴുന്നേറ്റാൻ പോവുക അല്ലെങ്കിൽ തിരിഞ്ഞടക്കുക. അത് സ്ത്രീക്ക് ഏറ്റവും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന സംഗതിയാണെന്ന് നല്ലൊരു ശതമാനം പെണ്ണുങ്ങളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷവും ഒന്ന് ഹഗ് ചെയ്ത് കിടക്കാനോ ഒരു ഉമ്മ കൊടുക്കാനോ ഒന്നും മെനക്കെടാറില്ല ആണെങ്കിൽ. അത് ഇതിലുള്ള അജ്ഞത കൊണ്ടാണ്. ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നുള്ളൊരു ധാരണ ഉള്ളത് കൊണ്ടാണ്. അവിടെ തീരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, 4 ഘട്ടങ്ങളിൽ ഈ നമ്മളിപ്പം വെറും ഒരു ഫോർപ്ലേയുടെ കാര്യം മാത്രമേ പറഞ്ഞു, പൂർവ്വലീലയെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതിന് ശേഷമുള്ള ലീലയെ കുറിച്ച് പറഞ്ഞില്ല. മനസ്സിലായില്ലേ? അതേപോലെ പ്രീ മാരേജ് കൗൺസിലിംഗ്, അതുപോലെ തന്നെ പ്രീ എൻഗേജ്മെന്റ്, ആ ഒരു ടൈമിലൊക്കെ ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ അത്യാവശ്യമാണ്. കുറെ ഈ ഫാമിലി ബ്രോക്കൺ നമുക്ക് തടയാൻ പറ്റും. താങ്ക് യു സാർ. കൺഗ്രാജുലേഷൻ സാർ, ഇങ്ങനെ ഒരു ടോപ്പിക് കൊണ്ടുവന്നു. താങ്ക് യു സാർ. വെൽക്കം. ഇനി സാർ, ആ പഠന കേന്ദ്രത്തെ പറ്റിയിട്ട് ഞാൻ കറക്റ്റായി കേട്ടില്ല. റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അവിടെ സൗണ്ട് കൊണ്ട് പഠന കേന്ദ്രത്തിനെ പറ്റി കറക്റ്റായിട്ട് കേട്ടിട്ടില്ല. ആ പഠന കേന്ദ്രം ഒന്നും കൂടി പറയാൻ പറ്റുമോ? എന്റെ പേര്, എന്റെ നമ്പർ ആ ഗ്രൂപ്പിലുണ്ട്. അത് അതിന് DM ചെയ്യാം. ഞാൻ തീർച്ചയായിട്ടും അതിന്റെ ഡീറ്റെയിൽസ് തരാം. ഓക്കെ സാർ. വളരെ നന്ദി. ഓക്കെ. അപ്പോ താങ്ക് യു സാർ. താങ്ക് യു അനിലാൽ സാർ. നല്ലൊരു ടോപ്പിക് ആയിരുന്നു. വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നല്ലേ അപ്പം? തീർച്ചയായിട്ടും. ഓക്കെ, പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. എല്ലാവരും ഗ്രൂപ്പിൽ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നല്ലൊരു ഞായറാഴ്ച. ബൈ. ഓക്കെ സാർ.